ഇങ്ങോട്ട് കയറിപ്പോയി. അവിടെ പാസ്റ്റർമാരിക്കുന്ന സ്ഥലമാണ്, ജോലി ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇങ്ങോട്ട് കയറിപ്പോയി, ഇങ്ങോട്ട് മാക്സിമം കയറിപ്പോയി. ഹല്ലേലൂയ. ഓക്കെ, ഇച്ചിരി കയറിയിരുന്നു, ഇച്ചിരി കയറിയിരുന്നു. ഓക്കെ, ആ കയറിയിരിക്കുമ്പോൾ ഒരു വണ്ണസ് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകും. ഓക്കെ, ആ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ, പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. Praise the Lord. Good morning everybody. ഹോളിലും ശബ്ദ കാഴ്ചപരിധിയിലൊക്കെ ആയിരിക്കുന്ന എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ കേട്ടല്ലോ, ഒരു ജീപ്പ് പണിതെടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും പണിതെടുക്കുകയാണ്. ഇവിടെ പണിതെടുക്കുന്നത് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ശരീരത്തെയല്ല, ഇവിടെ പണിതെടുക്കുന്നത് നമ്മളുടെ ചിന്താതലങ്ങളെയാണ്. ചിന്തകളിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇപ്പം ചിന്തകളിൽ മാറ്റം വരുത്തി ദൈവം നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഭക്തന്മാരാണ്, ദൈവത്തോട് സ്നേഹമുള്ളവരാണ്. പക്ഷേ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും. വാക്കുകൾ പലതരമുണ്ട്, നോട്ടുകൾ പലതരമുണ്ട്. എല്ലാം നോട്ടുകളാണ്, പക്ഷെ എല്ലാത്തിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ എനിക്കറിയാം, 1 രൂപയുടെ നോട്ടുണ്ടായിരുന്നു, 2 രൂപയുടെ ഉണ്ടായിരുന്നു, 5 രൂപയുടെ, 10 രൂപയുടെ, 20 രൂപയുടെ ഒരു ചുമന്ന നോട്ട്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത്. ശ്രദ്ധിച്ച്, എല്ലാത്തിനും വാല്യൂ വേറെ വേറെയാണ്. ഇതേപോലെ നമ്മുടെ വാക്കുകൾക്ക് വാല്യൂ വേറെ വേറെയാണ്. എല്ലാം വാക്കുകളാണ്. ചില വാക്കുകളെ ബൈബിളിൽ ഇട്ടിരിക്കുന്നു പൊട്ടച്ചൊല്ല്. കണ്ടിട്ടില്ലേ? കശുവണ്ടി ചിലർ പറയാറില്ലേ, എടോ ഇത് പേട്ടയാന്നാടോ തോന്നുന്നത്. കശുവണ്ടിയാണ്, പക്ഷെ പേട്ടയാണ്, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതാണ് ചില വാക്കുകളുണ്ട്, അതിന് വാല്യൂ ഒട്ടുമില്ല. ബൈബിളിൽ ഇട്ടിരിക്കുന്ന പേര് പൊട്ടച്ചൊല്ല്. പിന്നെ കുറച്ചും കൂടി കളി വാക്ക്, അതിൽ കുറച്ചും കൂടി വാല്യൂ ഉണ്ട്. അത് പറയുമ്പോൾ ചിലർ ഇന്ന് ചിരിക്കും. കളി വാക്ക്. പൊട്ടച്ചൊല്ലിന് പിന്നെ ചിരിക്കത്തോലുമില്ല, അതിലൊന്നുമില്ല. പിന്നെ സാധാരണ നമ്മുടെ വാക്കുകൾ, പറയുന്ന വാക്കുകൾ വലിയ വിലയൊന്നുമില്ല അതിന്. പക്ഷെ അങ്ങനെ തിരിച്ചു നോക്കി, നിങ്ങൾ എന്തുവാണ് ഈ പറയണേ, വലിയ വിലയൊന്നുമില്ല. പിന്നെ ചിലർ പറയും, അയാളുടെ വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ, ഇച്ചിരി വിലയുണ്ട്. പല ടൈപ്പാണ് വാക്കുകൾ. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാറില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ വാക്കുണ്ട്, അത് കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ, യേശുക്രിസ്തു പറയുന്നത് ഭയങ്കര പവറാണ്, അതിന് മല പോലും മാറിപ്പോകും. അത് സ്വർഗത്തിൻ്റെ വാക്കുകളാണ്. വേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് വാല്യൂസ്, പല പല വിലകളുള്ള വാക്കുകൾ. 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല അല്ലേ? ഇപ്പോൾ ഒരു ചായ പോലും കിട്ടത്തില്ല. മിനിമം ചായക്ക് 10 രൂപയെങ്കിലും വേണം. ചിലയിടത്ത് 14 രൂപ, എയർപോർട്ടിലാണെങ്കിൽ 250 രൂപ. അപ്പോൾ പല പല റേറ്റുകളാണ്. സ്ഥലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ പ്രിയ മക്കളെ നിങ്ങളുടെ ഉൾത്തളങ്ങളും എൻ്റെ ഉൾത്തളങ്ങളൊക്കെ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും വാക്കുകൾ ഉപയോഗിച്ച് പണിയപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഭൂമിയിൽ പണം വേണം, പല സാധനങ്ങൾ വേണം, സൈക്കിൾ വേണം, സ്കൂട്ടർ വേണം, കാറ് വേണം, വീട് വേണം, ഇങ്ങനെ പലതും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം സൈക്കിൾ തരത്തില്ല, ദൈവം സ്കൂട്ടർ തരത്തില്ല, ദൈവം കാറ് തരത്തില്ല, ദൈവം പൈസ തരത്തില്ല. കാരണം ദൈവത്തിൻ്റെ പൈസ ഇല്ല, ദൈവത്തിൻ്റെ സ്കൂട്ടറും ഇല്ല, ദൈവത്തിൻ്റെ വീടുമില്ല, കാറുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിലുള്ളൊരു സാധനമുണ്ട്, ഇതിനെ കൊണ്ടാക്കാൻ പറ്റിയൊരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് വചനം. അപ്പൊ ദൈവം പൈസ തരുന്നതിന് പകരം, കാർ തരുന്നതിന് പകരം, സ്കൂട്ടർ തരുന്നതിന് പകരം ദൈവം വചനം തരും.
എന്നിട്ട് പറയും ഇനി നീ ഉണ്ടാക്കിക്കോളാൻ പറയാതോ. ഭയങ്കര പവറാ വീടിന്. ഇതാ യേശു പറഞ്ഞേ, നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ വിശ്വാസം എവിടെന്നാ വരുന്നേ? വചനത്തിൽ നിന്ന്. അപ്പൊ ദൈവം എന്താ വരുന്നേ? വചനം. അപ്പൊ വചനം തന്നാൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാവും. നീ അത് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ കാര്യം സംഭവിക്കും. അപ്പൊ ഈ കാണുന്ന ലോകത്തിന് കാണുന്നതല്ല കാരണം, കാണാത്തതാണ് കാരണം. കാണാത്ത ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവമക്കളായ നാം ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? ഞാൻ ചുമ്മാ ഒരു രസത്തിന് എൻ്റെ ഡെയിലി ബ്രെഡ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ചവച്ചരച്ചങ്ങ് എടുത്തു. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് അതൊന്നുമല്ല. ഇന്ന് രാവിലെ ഡെയിലി ബ്രെഡ് എടുത്തായിരുന്നോ? നിങ്ങൾക്ക് എടുത്തായിരുന്നോ? ഈ ഡെയിലി ബ്രെഡിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ. മനസ്സിലായോ? നമ്മുടെ അപ്പം ചെയ്യുന്നത് പോലെ നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. ഭൗതികത്തിൽ ഉണ്ടാക്കാൻ പഠിക്കണം. എങ്ങനെ? ആത്മീകത്തിൽ നിന്ന് കേട്ട്, അതായത് സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൗതിക തലത്തിൽ ഉണ്ടാക്കാൻ പഠിക്കണം. കർത്താവ് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഫാക്ടറികൾ. നിങ്ങളൊക്കെ ഫാക്ടറികളാണ്, നമ്മളൊക്കെ ഫാക്ടറികളാണ്. കർത്താവ് പറയുന്ന കേട്ടില്ലേ? ഇതാ പാരഗൺ ചെരുപ്പുണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണോ പറഞ്ഞേ? മാരുതി കാർ ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണോ പറഞ്ഞേ? അതൊക്കെ നല്ല കാര്യമാണ്. ഉണ്ടാക്കി ആൾക്ക് കൊടുക്കുക. ഉണ്ടാക്കിയവനും ചത്തുപോകും, ഉപയോഗിച്ചവനും ചത്തുപോകും, രണ്ടുപേരും മരിച്ചു പോകും. പക്ഷെ കർത്താവ് പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഉണ്ടോ? അപ്പൊ എന്തുണ്ടാക്കണം? ഉണ്ടാക്കണം. ഭാഗ്യവാന്മാർ. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ സമാധാനത്തിന്റെ ദൈവം എന്നാണ്. ദൈവത്തിന്റെ പേര് തന്നെ സമാധാനത്തിന്റെ ദൈവം എന്നാണ്. അപ്പൊ ഈ സമാധാനം ദൈവത്തിന് തരാൻ പറ്റും. കാരണം ദൈവം സമാധാന ദൈവമാണ്. ആ സമാധാനം നമുക്ക് കിട്ടി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. ഇതാ കർത്താവ് വന്നപ്പോ പിതാവിൽ നിന്ന് ജീവനും, യേശു കർത്താവ് വന്നപ്പോൾ പിതാവിൽ നിന്ന് ജീവനും കൊണ്ട് വന്നു, സമാധാനം കൊണ്ടൊക്കെ വന്നു. അതിന് യേശു കർത്താവ് പറയുന്ന രംഗമുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അപ്പൊ കൊടുക്കാൻ പറ്റുമല്ലേ? കൊടുക്കാൻ പറ്റുമല്ലേ? അപ്പൊ സമാധാനം ഇല്ലാത്തതിന് സമാധാനം കൊടുക്കാൻ പറ്റുമോ? ചിലർ പറയാറില്ലേ, എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല. പിന്നെ എങ്ങനെയാ അടുത്ത ആൾക്ക് കൊടുക്കുന്നേ? അപ്പൊ ചിലർ പറയും അയാൾ നുണയാ പറഞ്ഞ, കയ്യിലില്ല പോക്കറ്റിലുണ്ടെന്ന്. അപ്പൊ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലില്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടും, ദൈവത്തിൽ നിന്ന് കിട്ടും. ദൈവത്തിൽ നിന്ന് എങ്ങനെ കിട്ടും? ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം വചനം തരും. ആ വചനം കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ വായിലെ ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ജീവിക്കാൻ പഠിക്കണം. ദൈവം തുണയ്ക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഞാൻ എന്നാ ചെയ്തേ? ഞാനൊരു സ്പിരിച്വൽ ട്രേഡറാണ്. എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ പിന്നെ അടുത്തതിന് ഞാൻ റെഡിയായി. ഉള്ളവന് വീണ്ടും കൊടുക്കും. എന്തുള്ളവന്? ട്രേഡിംഗ് ഉള്ളവന് കൊടുത്താൽ വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുക. മനുഷ്യൻ്റെ കണക്ഷൻ മനസ്സിലാക്കണം. മനുഷ്യനെന്ന് പറയുന്നത് അവൻ ആത്മലോകവുമായിട്ടാണ് കണക്ട് ചെയ്ത് തരണേ. ഭൗതിക ലോകത്ത് ശരീരം മാത്രമേ ഉള്ളൂ, ഇത് പുറത്തേക്ക് തള്ളിക്കളയാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ബേസിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സുവിശേഷം മനസ്സിലാക്കുക, സുവിശേഷത്തിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് പാടിയ പാട്ട് കേട്ടോ, സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ട്. സ്വർഗത്തിലെ കൊയർ പാട്ട് പാടുക. നമ്മൾ വിചാരിക്കുന്നത് ഭൂമിയിൽ മാത്രം കൊയറുള്ളതെന്നല്ലേ. സ്വർഗത്തിലെ മൂപ്പന്മാരെല്ലാവരും കൂടി ചേർന്ന്, അവിടുത്തെ ജീവികളും എല്ലാം കൂടി ചേർന്ന്, ദൂതന്മാരെ കൂടി ചേർന്ന് പാട്ട് പാടുക. എന്താണ് ആ പാട്ട്? ആ പാട്ട് ഭൂമിയിൽ പാടാറില്ല. കാരണം ഭൂമി രാഷ്ട്രീയ പാർട്ടി വേറെയായി. പിശാചിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഭൂമി വാഴുന്നത്. ലോകം, സർവ്വലോകം പിശാചിൻ്റെ കീഴിൽ കിടക്കുന്നു. അവർ പാടില്ല, പാടാൻ സമ്മതിക്കത്തില്ല ആരെ കൊണ്ട്. കാരണം അജ്ഞതയിൽ പിടിക്കുകയാണ്. ഇതൊന്നും മനുഷ്യൻ അറിയുന്നില്ല. അവിടുത്തെ പാടുന്ന പാട്ടാണ്. സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ട് ഞാൻ കേട്ടെ. അത് ഞാൻ കേട്ടപ്പോഴാണ് അതെൻ്റെ ഹൃദയത്തിൽ ഈ പാട്ട് ഭൂമിയിലും പാടണമല്ലോ എന്ന് തോന്നിയത്.
അപ്പോഴാണ് ഈ പാട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം അതിൻ്റെ ട്യൂൺ അടക്കം എൻ്റെ അകത്ത് തന്നത്. അപ്പോഴാണ് നമ്മൾ ഭൂമിയിൽ പാടാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് വേറെ കേട്ടിട്ടില്ലല്ലോ. ഉണ്ട്, സ്വർഗത്തിലുണ്ട്, ഇവിടെ ഇല്ലെന്നുള്ളൂ. ഹല്ലേലൂയ. ആ പാട്ടിൽ അവരിങ്ങനെയാണ്, അതിൻ്റെ ലിറിക്സ് ഇങ്ങനെയാണ്: ദൈവത്തിനായ യേശുക്രിസ്തു വന്ന് നമ്മളെയൊക്കെ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടിയെന്നറിയാമോ? തൻ്റെ അപ്പന് വേണ്ടി. അവർ എഴുതി വെച്ചിരിക്കുക, ദൈവത്തിനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ചുമ്മാ വിലയ്ക്ക് വാങ്ങിയതാണോ? അല്ല, 2 പ്രൊഫഷനും കൂടി തന്നു. ഒന്ന്, നമ്മൾ രാജാക്കന്മാരാണ്, മറ്റൊന്ന് പുരോഹിതന്മാരാണ് ദൈവത്തിനായി. മാത്രമല്ല, ചുമ്മാ കൈയടിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ തുടർന്ന് പറയാണ്, അവർ ഭൂമിയെ വാഴുന്നു, അവർ ഭൂമിയുടെ രാജാക്കന്മാരാണ്. 1:26 ബന്ധത്തിൽ കിടക്കാണിത്. പിതാവ് പുത്രനോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അവർ വേണം ഭൂമിയെ വാഴാൻ. അവർ ഈ ഭൂമിയുടെ രാജാവാ. പക്ഷെ അവർക്ക് അറിഞ്ഞോളൂ, അജ്ഞാതയിൽ പിടിച്ചിട്ടിരിക്കുക. നമ്മൾ ചുമ്മാ തിന്ന് 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 അവസാനിക്കുന്നു, തിന്നാൻ വേണ്ടി ജീവിക്കുന്നു. അങ്ങനെയല്ല. യേശുവിനെ പോലെ യേശു പറയാണ്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. ശരീരം എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്ത് തെളിയിക്കാനാണ് ശരീരം. അതുകൊണ്ടാണ് ഹെബ്രായലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ചാ, നമ്മളെ കുറിച്ചല്ല. നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നമുക്കൊക്കെ ശരീരമുണ്ട്, ശരീരം ഒരുക്കിയിരിക്കുന്നു. എന്തിനാണത്? അവിടെ എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ ശരീരം എന്തിനാ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാ. വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ശരീരം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാ. അപ്പൊ നമുക്കെല്ലാവർക്കും ശരീരം തന്നിട്ടുണ്ട്. കുറച്ച് നാളത്തേക്കുള്ളൂ ഈ ശരീരം. ഈ അധികം ദിവസം ഈ ശരീരം ഇല്ല, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശരീരം ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ, ഇന്നലെ പറഞ്ഞില്ല, ഡിസ്പോസിബിൾ സിറിഞ്ച് പോലെ, ഡിസ്പോസിബിൾ ഗ്ലൗ പോലെ. ഒരല്പ ദിവസത്തേക്ക് ഉപയോഗിക്കാനേ ഉള്ളൂ ഈ ശരീരം. ശരീരമല്ല നമ്മൾ, ശരീരത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അപ്പൊ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം ദൈവ ഇഷ്ടമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തുടർന്നും ആ ദൈവത്തോടു കൂടെ ജീവിക്കുകയും ഈ ഭൂമിയുടെ ഭരണാധികാരികളായി നമ്മളെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. അല്ല എങ്കിലില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളുടെ ഈ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഹെബ്രായലേഖനം 10:5 ആ ഭാഗം ഒന്ന് വായിച്ച സിസ്റ്ററെ. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്തൊരുക്കിയിരിക്കുന്നു? ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ദൈവം നമുക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുവിന് ശരീരം ഒരുക്കി. ആ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയാണ് മറിയയുടെ അടുക്കൽ വന്ന് ചോദിച്ചത്, ഇതാ ദൈവപുത്രൻ നിന്നിൽ കടന്നു വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞു, പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അപ്പോ ആത്മാവാകുന്ന ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു ഹ്യൂമൻ ജനറേഷനിലേക്ക് താന്നു വരികയാണ്. മറിയയിൽ നിന്ന് ബോഡി സ്വീകരിച്ചു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, കടന്നു വരിക. എന്തിനാണ്? നിന്റെ ഇഷ്ടം ചെയ്യാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജയം പ്രാപിക്കണം, എല്ലാവർക്കും ജയം പ്രാപിക്കണം. ഇതേപോലെ തന്നെ ക്രിസ്തു എങ്ങനെ ജീവിച്ചോ നമ്മുടെ ഈ ശരീരം നമ്മളിന്ന് ഉപയോഗിക്കണം നമ്മുടെ ഇഷ്ടം ചെയ്യാനാണ്, അല്ലേ? അതാണ് നമ്മളുടെ ജീവിതത്തിലെ തെറ്റ്. ഈ ശരീരം ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയം പ്രാപിക്കാനായിട്ട് ഇടയാവും. ഇതാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചെൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നേക്കണേ. എന്നെ അയച്ച ഈ ഒരു സെക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് കറക്റ്റ് ആവും. ദൈവ ഇഷ്ടം ചെയ്താലേ നമുക്ക് വാഗ്ദത്തം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വാഗ്ദത്തത്തിലേക്ക് കയറത്തില്ല. ഇതാണ് ഹെബ്രായലേഖനം 10:36 പറയുന്നത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. വാഗ്ദത്തം കിട്ടണമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവ ഇഷ്ടമായി ശരീരത്തിലൂടെ ചെയ്യുന്നത്. യേശുക്രിസ്തു വന്ന് ശരീരം കിട്ടിയപ്പോൾ ദൈവ ഇഷ്ടമാണ് ചെയ്തത്. അപ്പോൾ ഈ ദൈവ ഇഷ്ടമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടമാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത്. ന്യായവിധി സമയത്ത് എന്താ യേശു പറയണേ അറിയോ? എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഫോക്കസ് ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മൾ മറ്റൊന്നും കൊണ്ട് പിശാച് മറയ്ക്കാനിടയാകരുത്. ഇന്ന് പിശാച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവരുടെ ഇടയിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, നല്ലവരുടെ ഇടയിൽ ഒരു ദൈവ അന്വേഷികളാണ്. പക്ഷേ
അവരുടെ ആ അന്വേഷണം തെറ്റിച്ച് കളയും. അതായത് ശരിയായതിന് പകരം നല്ലത് തരും. ചീത്തയല്ല തരുന്നത്, ശരിയായതിന് പകരം തരുന്നത് നല്ലത് തരും. എന്നിട്ട് നമ്മൾ തെറ്റിച്ച് കളയും. ശരിയായ ചീത്ത തന്നാലും നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. അതിന് പകരം നല്ലത് തരും. സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യത എന്താ? ഇത്ര നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നാ കേട്ടി മനസ്സിലായി? ദൈവ ഇഷ്ടമാണ്. ഇഷ്ടം ഈ ശരീരത്തിൽ ചെയ്യണം. യേശു ഇതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാം, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ കടന്നു വരികയാണ്. ഇഷ്ടം ചെയ്യാൻ കടന്നു വരികയാണ്. അപ്പം നമ്മളും ആരെപ്പോലെ ആയിരിക്കണം? ആ യേശുവെ പോലെ ഇഷ്ടം ചെയ്യാൻ ദൈവ ഇഷ്ടം ചെയ്യാൻ കടന്നു വരുന്നവരായിരിക്കണം. പക്ഷെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ഇഷ്ടം നിറവേറാനാ. മൊത്തത്തിൽ തെറ്റായി കിടക്കുക. ഇവിടുത്തെ കിട്ടിയ നമ്മളൊരു പള്ളി പോയാലും ഒരു കെട്ട് സാധനം കൊണ്ടാണ് പോണേ, ലിസ്റ്റും കൊണ്ട് അല്ലേ, പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കത് തരണമേ, എനിക്കിത് തരണമേ, എനിക്കിത് തരണമേ, ഇല്ലേ? നമുക്കെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കണേ. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു നിന്ന് നേരെ തിരിച്ചാ, ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എൻ്റെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം. കണ്ട നല്ല സംഭവം ഉൾട്ട അങ്ങനെ ഉണ്ടോ? തിരിയുക. അപ്പോ ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ് ദൈവരാജ്യത്തിൽ കടക്കാൻ വാഗ്ദത്തം പ്രാപിക്കുക നാം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് വാക്യം വായിക്കാം. മത്തായി 21 ന്യായവിധി പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറ്റുന്നത് ആരെയാ? എന്താ എഴുതിയേക്കണേ? എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണെന്നറിയോ? യേശു ക്രിസ്തുവിന്റെ വാക്കുകളാ. ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യതയാണ് യേശു പറയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യത എന്താ? പിതാവിൻ്റെ ഇഷ്ടം. ആര് പറഞ്ഞു? യേശു ക്രിസ്തു പറഞ്ഞു. ഇനി നമ്മളിലേക്ക് നല്ലൊരു പങ്കിലേക്ക് നോക്കിയാൽ ഈ പിതാവിൻ്റെ ഇഷ്ടം എന്നാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആകപ്പാടെ അറിയാവുന്ന യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞെന്നുള്ളതാണ്. യേശു പറയുന്നു അതല്ല സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യത, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യത. അപ്പൊ ശരിക്കും ബുദ്ധിയുള്ളവനാണ് എന്തിലേക്ക് ഫോക്കസ് ചെയ്യും? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അല്ലെങ്കിൽ US-ൽ നിങ്ങൾക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത എന്താ? അവിടുത്തെ വിസ വേണ്ടേ? എൻട്രി പെർമിറ്റ് വേണ്ടേ? അപ്പൊ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് എന്തുറപ്പിക്കും? പോകുന്ന ആള് വിസ ഉണ്ടെന്ന് ഉറപ്പിക്കത്തില്ലേ? എൻട്രി പെർമിറ്റ് ഉറപ്പിക്കില്ലേ? ഇവിടെ യേശു പറയുന്നു സ്വർഗ്ഗരാജ്യത്തിൽ കയറാനുള്ള എൻട്രി പെർമിറ്റ് എന്താ? പിതാവിന്റെ ഇഷ്ടം. അപ്പോ നമ്മൾ ഈ സ്വർഗരാജ്യം അതിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മളുടെ കയ്യിൽ ഈ സംഭവം ഉണ്ടോ? വിസ. ഇതില്ലാതെ അവിടെ ചെല്ലുമ്പോഴാണ് യേശു പറയുന്നത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും, അത് പാസ്പോർട്ടാ. അത് കർത്താവ് എന്ന് പറയുന്നത് അത് ട്രാവലിംഗ് പെർമിറ്റാ, എൻട്രി പെർമിറ്റ് അല്ല. ഹല്ലേലൂയ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിലുള്ള ട്രാവലിംഗ് പെർമിറ്റാ. ആത്മലോകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ട്രാവലിംഗ് പെർമിറ്റ് ആണ്. യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചെങ്കിൽ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ ദുഷ്ടലോകത്ത് നിന്ന് രക്ഷപ്പെടത്തുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയിൽ ചേർത്തു, അല്ലാണ്ട് സ്വർഗ്ഗരാജ്യത്തിലല്ല ചേർത്ത്, സഭയിൽ ചേർത്തു. സ്വർഗ്ഗരാജ്യത്തിൽ കയറാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റായി. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ യേശുക്രിസ്തു എന്ന ഇമിഗ്രേഷൻ ഓഫീസർ അവിടെയുണ്ട്. അതാണ് ന്യായവിധി. അതിലൂടെ നമ്മൾ കടന്നു കയറണം. അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുകയും കടക്കണം. അവിടെ വെച്ച് പിടിക്കപ്പെടരുത്. അവിടെ നമുക്ക് വേണ്ടത്, ഇന്ത്യയിൽ നിന്നിപ്പോൾ ഒരാൾ ഈ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ആ വ്യക്തിക്ക് 2 പ്രധാന ഡോക്യുമെന്റ്സ് വേണം. അതിലൊന്നാണ് ട്രാവലിംഗ് പെർമിറ്റ്, അതിൻ്റെ പേരാണ് പാസ്പോർട്ട്. മറ്റൊന്നാണ് എൻട്രി പെർമിറ്റ്, അതിൻ്റെ പേരാണ് വിസ. ട്രാവലിംഗ് പെർമിറ്റ് തരുന്നത് ഇന്ത്യയാണ്. വിസ ഇന്ത്യക്ക് തരാൻ പറ്റില്ല.
അത് ചെല്ലുന്ന രാജ്യത്തിന് തരാൻ പറ്റും. പിടുത്തം കിട്ടിയ ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ തടവുകാരായി പിടിക്കപ്പെട്ടതാണ്. പിശാചിന്റെ ഭരണത്തിന്റെ കീഴിൽ മരണത്തിനായി പിടിച്ചിട്ടിരിക്കുക. ഇവിടെ നിന്നാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ ദൈവം അയച്ചിട്ട് കടന്നു വന്ന് തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെയൊക്കെ വിടുവിച്ചു സൗജന്യമായിട്ട്. പക്ഷെ നമ്മളിപ്പോഴും ലോകത്ത് തന്നെയാണ്. ഈ വിവരം നമ്മൾ അറിയണം. യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോകാം, രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയിക്കുന്ന ഒരു കൂട്ടം സന്ദേശമുണ്ട്, രക്ഷയുടെ സുവിശേഷം. യേശു നിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു. അത് മനസ്സിലാക്കിയ യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തിട്ട് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് പൊക്കോളണം. മോശ വന്ന് ഇതൊക്കെ നിഴലാണേ ഈ പറയണേ. എൻ്റെ ഹൃദയത്തിൽ വരുന്ന അങ്ങ് നിങ്ങളോട് പറയുക. നിങ്ങൾ പലർക്കും വചനം അറിയാവുന്നത് കൊണ്ട് ദൈവം നിങ്ങളുടെയൊക്കെ പിൻ പോയിന്റുകളെ തൊടുകയാണ്. പഴയ ഉടമ്പടിയിൽ മോശ വന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ശേഷം പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കുന്നില്ല, പോവുകയാണ് അവിടെ നിന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക്, കനാനിലേക്ക്. ഇതേപോലെ യേശുക്രിസ്തുവിന് നമ്മളെ ലോകത്തിന്റെ അടിമത്തത്തിൽ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പിന്നെ ഇവിടെ നിൽക്കരുത്, പൊക്കോളണം. പഴയ ഉടമ്പടിയിൽ അവർ ശരീരം കൊണ്ടാണ് യാത്ര ചെയ്തത്. നമ്മൾ ശരീരം കൊണ്ടല്ല യാത്ര ചെയ്യുന്നത്, നമ്മൾ ഹൃദയം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന് പൊക്കോളണം. അങ്ങനെ പോയി ഇതാ ആ ഹെവൻസ് എൻട്രൻസ്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് ശരീരം വിടുന്നൊരു സമയമുണ്ട്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ ഞാനെന്തെങ്കിലും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആ ന്യായാസനമാണ് ആ ഇമിഗ്രേഷൻ ഓഫീസ്. അവിടുന്ന് ക്രോസ് ചെയ്ത് കയറണം. ഇച്ചിരി പണിയാണ് അവിടെ കയറാൻ. അവിടെ വെച്ചിട്ടാണ് ഇവരോട് പറയുന്നത്, എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നതിനാൽ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗത്തിൽ കടക്കുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ദുബായിക്ക് പോകണവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്നെ അന്വേഷിക്കും, വിസ അന്വേഷിക്കത്തില്ലേ? ഇല്ലേ? അതിന് ബുദ്ധിയില്ലെങ്കിലോ അവൻ പാസ്പോർട്ട് മാത്രമായിട്ട് പോകും. ഇവിടുന്ന് അവിടെ വെച്ച് പിടിക്കും, ഗേറ്റിൽ വെച്ച് പിടിക്കും. കാരണം വിസ തരുന്നത് ഏത് രാജ്യത്താണ് കയറുന്നത് ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ഇതേപോലെ നമുക്ക് വിസ തരുന്നത്, പെർമിറ്റ്, എൻട്രി പെർമിറ്റ് തരുന്നത് നമ്മൾ പോകുന്ന സ്വർഗരാജ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് രാജ്യമാണ് തരുന്നത്, രണ്ട് രാജ്യത്തിൻ്റെ ഫെസിലിറ്റികളാണ്. അതുകൊണ്ടാണ് യേശു ഇവിടെ വന്ന് പെർമിറ്റ് ഉണ്ടാക്കിയത്. മനസ്സിലായോ? ലോകത്തിൽ വന്ന് നമുക്ക് പെർമിറ്റ് ഉണ്ടാക്കിയിട്ട് കടന്നുപോയി. ഈ രണ്ട് ഡോക്യുമെന്റ് വേണം. ഒന്ന് ട്രാവലിംഗ് പെർമിറ്റ്, അതാണ് പാസ്പോർട്ട്. മറ്റത് എൻട്രി പെർമിറ്റ്, അതാണ് വിസ. അപ്പോൾ നമ്മുടെ വിസ എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടിയായ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഇത് നമ്മളെ അറിയിച്ചില്ല. ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഇത് നമ്മളെ അറിയിക്കാതെ അവൻ അതിന് പകരം നമ്മൾക്ക് വേറെ ഒരെണ്ണം ഇട്ട് റീപ്ലേസ് ചെയ്ത് തന്നു. ചീത്തയല്ല ഇട്ട് തന്നേ, എന്താണെന്ന് പറയാൻ മനസ്സിലായത്? ഇട്ട് തന്നേക്കണേ. ദൈവ ഇഷ്ടത്തിന് പകരം വേറൊരു സാധനം തന്നു നമുക്ക്. നമ്മൾ അതും കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുക. അതായത് കൊച്ചിന് അമ്മയ്ക്ക് പകരം ചോക്ലേറ്റ് കൊടുത്തു, ആയ കരയാതിരിക്കുക. ചോക്ലേറ്റ് നല്ലതാ, ആവശ്യത്തിന് കഴിച്ചാൽ. അപ്പൊ ഇവിടെ ദൈവ ഇഷ്ടമാണ് ദൈവരാജ്യത്ത് കയറാനുള്ള യോഗ്യത. അതിന് പകരം നമുക്ക് നല്ലതാ ആരാധന. ശ്രദ്ധിച്ചേട്ടാ, ആരാധന തന്ന് ദൈവ ഇഷ്ടത്തെ അങ്ങ് മാറ്റി, നല്ലത് തന്ന് ആവശ്യമായതിനെ അങ്ങ് മാറ്റി വെച്ചു. നിങ്ങൾക്ക് ബൈബിളിൽ കാണത്തില്ല ഇങ്ങനൊരു വേട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്നെ ആരാധിക്കുന്നവനാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നതെന്ന് കാണത്തില്ല. പകരം വചനം പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല. അതായത് എന്നെ ഉയർത്തിയവനെന്നല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. അപ്പോൾ കർത്താവിന് ഉയർത്തിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, നല്ല കാര്യമാണ്. ഉയർത്തിക്കോ, എത്ര വേണേലും ഉയർത്തിക്കോ. വിശുദ്ധ ബൈബിളിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ദൈവ ഇഷ്ടം അറിയത്തില്ല, പക്ഷെ യേശുവിനെ ഉയർത്താൻ അറിയാം. ശ്രദ്ധിക്കുക. അപ്പൊ ആരും തെറ്റിദ്ധരിക്കത്തില്ലല്ലോ. യേശുവിനെ ഉയർത്താൻ നല്ല കാര്യമല്ലേ. ആവശ്യമായതിനെ നല്ലത് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു.
പിശാചിന്റെ തന്ത്രങ്ങൾ. ദൈവവചനം പറയുന്ന അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതിരിക്കരുത്. വായിച്ചേ 2 കൊരിന്ത്യൻസ്. സാത്താൻ നിങ്ങൾ 2 കൊരിന്ത്യർ 2:11. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പൊ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അപ്പൊ തന്ത്രം ഉപയോഗിച്ച് സാത്താൻ തോൽപ്പിക്കുകയാണ്. തന്ത്രം ഉപയോഗിച്ച് സാത്താൻ തോൽപ്പിക്കുകയാണ്. എങ്ങനെ തോൽപ്പിക്കണേ? തന്ത്രം ഉപയോഗിച്ച് സാത്താൻ തോൽപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജോളിയെ രാവിലെ ഉറങ്ങുവാണോ? ഒരു കട്ടൻ ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, ഓക്കെ, ശ്രദ്ധിച്ചേട്ടെ. ഇവിടെ പറയാണ് സാത്താൻ ആരെ തോൽപ്പിക്കരുത്? നമ്മെ ദേവദാസൻ പറയാണ് നമ്മെ, താനും എൻ്റെ കൂടുതലുണ്ട്, നമ്മെ തോൽപ്പിക്കരുത്. എങ്ങനെയാ അവൻ തോൽപ്പിക്കണേ? അവന്റെ തന്ത്രങ്ങളിലൂടെ തോൽപ്പിച്ചു. മത്തായി 21, 22, 21 എല്ലാവരും തോറ്റുപോയില്ലേ? ഒരെണ്ണം സ്വർഗ്ഗരാജ്യത്തിൽ കയറിയില്ലല്ലോ. അപ്പോ തന്ത്രത്തിലൂടെ തോൽപ്പിക്കുക. അപ്പൊ അവന്റെ തന്ത്രം എന്താ? ആവശ്യമായതിന് പകരം നല്ലത് തരും. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കത്തില്ലല്ലോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാരുതി കാറുണ്ട്. ആ മാരുതി കാറും കൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് അതിൻ്റെ ടയർ പഞ്ചറായി. കഴിഞ്ഞ ദിവസം ഒരു ടയർ പഞ്ചറായിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തതാണ്, ഒട്ടിച്ചു വയ്ക്കാൻ, മേടിച്ചു വയ്ക്കാനും മറന്നുപോയി. സ്റ്റെപ്പ് ടയറും ഇല്ലതാണ്. പോണ വഴിക്ക് ടയർ പഞ്ചറായി. നിങ്ങൾ വഴി കിടക്കുക, ആരും അധികം ഓടാത്ത വഴി. അങ്ങനെ നിങ്ങൾ അവിടെ കുരുങ്ങിപ്പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹിതർ ഇന്നോവ കാറും കൊണ്ട് അതിലൂടെ പോവുക. നിങ്ങളെ വണ്ടി കണ്ട് പെട്ടെന്ന് നിർത്തി ചോദിച്ചു, എന്താ ചേട്ടാ, എന്തു പറ്റി? ഒന്നും പറയണ്ട, ടയർ പഞ്ചറായി പോയെന്നേ. സ്റ്റെപ്പ് ടയറാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇരിക്കുക. അകപ്പെട്ടു. അദ്ദേഹത്തിന് നിങ്ങളോട് വല്ലാത്ത അലിവ് തോന്നി. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ സ്റ്റെപ്പ് ടയർ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നു. പുത്തൻ ടയർ, ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. നല്ല ടയറല്ലേ തന്നേ? ടയർ തന്ന നല്ലതല്ലേ? പുത്തൻ ടയറല്ലേ, ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? എത്ര നല്ല മനുഷ്യനല്ലേ? നിങ്ങൾ സന്തോഷത്തോടെ അത് വാങ്ങി നിങ്ങളുടെ വണ്ടിയുടെ ആ പഞ്ചറായി പോയ ടയർ ഊരിയിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കി. ഫിറ്റാവോ? ഇന്നോവയുടെ ടയർ മാരുതിയുടെ കാറിന് ഫിറ്റാവോ? അപ്പൊ തന്ന ടയർ നല്ലതല്ലേ? നല്ലതാ. പുതിയതല്ലേ? അതെ. പക്ഷെ ഇത് ഫിറ്റാവോ? ഫിറ്റാവില്ല. ഇതേപോലെ തന്നെയാണ് പിശാചിന്റെ സൂത്രം. മനസ്സിലായോ? അവൻ ആവശ്യമായ കാര്യങ്ങളെ മാറ്റിയിട്ട് എന്ത് തരും? നല്ലത് തരും. നമ്മൾ അതും കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കും. അവസാനമാണ് മനസ്സിലാകുന്നത് ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ യേശു കാണിച്ചു തന്നു, വരുന്നതിന് മുമ്പേ നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. എന്തിനാണത്? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ ശരീരം എന്തിനാ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ദൈവിഷ്ടം ചെയ്യണം. ദൈവിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ഹെബ്രായർ 10:36 അവിടെ പറയാണ്, ദൈവിഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി യേശുക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്നു, വാഗ്ദത്തം പ്രാപിച്ച് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എല്ലാം അത് സംഭവം ഫോക്കസ് ചെയ്യണമൊക്കെ ദൈവിഷ്ടം. ഇനി സഭക്കാരായ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ, രക്ഷിക്കപ്പെട്ടവരാണ്, അവരോട് പറയാണ് ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞോളണം. എഫെസ്യർ 5:17 പറഞ്ഞ് നിങ്ങൾ ബുദ്ധിഹീനരാകരുത്. രക്ഷിക്കപ്പെട്ട നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകരുത്, വെറും വിഡ്ഢികളാകരുത്. ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞോളണം. വായിച്ച എഫെസ്യർ 5:17. ബുദ്ധിഹീനരാകാതെ. അപ്പൊ രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത് കേട്ടോ. രക്ഷിക്കപ്പെട്ടവരോട് പറയാണ്, രക്ഷിക്കപ്പെട്ട നിങ്ങൾ, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളണം. കാരണം ആ ദൈവ ഇഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോ നമ്മുടെ മെസ്സേജിന്റെ ടൈറ്റിൽ എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദൈവവംശം, ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവവംശം, ദൈവത്തിന്റെ
മക്കളെ ദൈവം ഒരുക്കുകയാണ്. ദൈവവംശത്തെ ദൈവം ഒരുക്കുകയാണ്. എവിടെ നിന്നുകൊണ്ട്? മനുഷ്യവംശത്തിൽ നിന്ന് ദൈവം ദൈവവംശത്തെ ഒരുക്കുകയാണ്. ഇതാണ് തിരിച്ചറിയേണ്ടത്. മനുഷ്യവംശത്തിൽ നിന്ന് ദൈവം ദൈവവംശത്തെ ഒരുക്കുകയാണ്. ദൈവവംശത്തെ ഒരുക്കുന്ന സീഡാണ് മനുഷ്യവംശം. ദൈവവംശത്തെ ഒരുക്കുന്ന റോ മെറ്റീരിയലാണ് മനുഷ്യവംശം. ആ ദൈവവംശം എവിടെ ഉണ്ട്? മനുഷ്യവംശത്തിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം സെറ്റ് ചെയ്തേക്കണം അങ്ങനെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച 2 ഫേസുകളാണ്. ആദ്യം അവൻ്റെ ജീവിതത്തിൽ അവൻ അല്ലെങ്കിൽ ആ വ്യക്തി ജഡത്തിൽ വസിക്കുന്നു, ശരീരത്തിൽ വസിക്കുന്നു. അത് അവൻ്റെ പരീക്ഷാ കാലഘട്ടമാണ്. അവിടുന്ന് ജയിച്ചാൽ അവൻ നിത്യം ആത്മാവിൽ വസിക്കുന്നു. അതവൻ്റെ യഥാർത്ഥ ജീവിതമാണ്. ഈ ഫേസുകൾ തിരിച്ചറിയണം. ഇതിൻ്റെ 2ന്റെ ഇടയിലാണ് ഇമിഗ്രേഷൻ, ഹെവൻലി ഇമിഗ്രേഷൻ. ആദ്യത്തേത് ശരീരത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, 2 Corinthians 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. ഞാനൊന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് സിസ്റ്റർ പറയണേ, അപ്പോൾ ഡബിൾ എംഫസിസ് ആവും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കണേ? കസേരയിൽ. കസേരയിൽ ഇരിക്കണേ എന്തുവാ? നിങ്ങളുടെ ശരീരം. നിങ്ങളെവിടെ ഇരിക്കണേ? ശരീരത്തിൽ. പിടുത്തം കിട്ടിയ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഫസ്റ്റ് ഫേസിലാണ് ശരീരത്തിലിരിക്കണേ. അടുത്ത ഫേസ് നമ്മൾ ഇരിക്കേണ്ടത് ആത്മാവിലാണ്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, അപ്പൊ ശരീരത്തിൽ ഇരുത്തിയേക്കണ എന്തിനു വേണ്ടിയാ? ചെയ്യാൻ വേണ്ടിയാ. ചെയ്യാൻ വേണ്ടി. എന്ത് ചെയ്യാൻ? ദൈവ ഇഷ്ടം. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്തുവാ? മനുഷ്യ-ഇഷ്ടം. ഇതാണ് വ്യത്യാസം. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. യേശുവിന് ശരീരം കിട്ടിയപ്പോൾ ഹെബ്രായലേഖനം 10 പറയുകയാണ്, ദൈവമേ നീ എനിക്കായൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ. അപ്പോൾ ഇമിഗ്രേഷനിൽ ചെക്ക് ചെയ്യണത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ നീ എന്ത് ചെയ്തെന്നാണ്. ഇതാ കർത്താവ് പറയുന്നത്. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗ്ഗത്തിൽ കിടക്കത്തില്ല. എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗത്തിൽ കിടക്കുള്ളൂ. അപ്പൊ അവർക്ക് ആത്മാവിൽ പുതിയ സൃഷ്ടിയിൽ അവരുടെ ദേഹി സോള് പ്രവേശിച്ച് തുടർന്നുള്ള ജീവിതമാണ്. അതാണ് നിത്യമായ ജീവിതം. ശരീരത്തിലിരിക്കുന്ന ചെറിയൊരു പീരീഡാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നൊടി നേരത്തെ ജീവിതമേ ഇവിടെ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും മറഞ്ഞു പോകുന്നതുമായ ആവിയാണെന്ന ബൈബിള് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചോളണം. ഐ എം എ ലൈഫ് കോച്ച്. കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ക്രിക്കറ്റ് കോച്ച്, ഫുട്ബോൾ കോച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ ലൈഫ് കോച്ച്. നമ്മുടെ ജീവിതത്തിന് 2 ഫേസുകളാണ്. ആദ്യം ജഡത്തിലിരുത്തുന്നു, ക്വാളിഫൈ ആയാൽ ആത്മാവിൽ നിത്യം ഇരിക്കാൻ കഴിയുന്നു. ക്വാളിഫൈ ആയില്ലെങ്കിൽ ആ സോളിനെ നേരെ തീപ്പൊയ്കയിലേക്ക് തള്ളുന്നു. രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ഹല്ലേലൂയ. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് ദൈവദാസന്മാർ പ്രത്യേകം മനസ്സിലാക്കണം. അതുവഴി ദൈവജനം മനസ്സിലാക്കാനായിട്ട് ഇടയാണ്. അല്ലാണ്ട് ചുമ്മാ ഒരു കമ്മ്യൂണിറ്റിയല്ല, ചുമ്മാ ഒരു ആരാധന കൂട്ടായിട്ട് അവസാനിക്കരുത്. ആരാധന എന്ന് പറയുന്നത് സൃഷ്ടാവിന് സൃഷ്ടികൾ കൊടുക്കുന്ന ബഹുമാനമാണ്. അതെല്ലാവരും ചെയ്യണം. സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും കാറ്റും കടലും ദൂതന്മാരും മനുഷ്യരും ഒക്കെ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവ ഇഷ്ടത്തിന്റെ റീപ്ലേസ്മെന്റ് അല്ല. ദൈവ ഇഷ്ടം മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നുമല്ല. യേശുക്രിസ്തു ഇവിടെ വന്ന് ആരാധിച്ചിട്ടാണോ ജയിച്ചെടുത്തേ? അല്ല. പക്ഷെ യേശുവിൻ്റെ ആരാധന എന്ന് പറയുന്നത് തൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ആരാധന. ഇതാണ് യഥാർത്ഥ ആരാധന. ആ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുക. ഇതാണ് ബുദ്ധിയുള്ള ആരാധന. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് കൊടുക്കുക. അതാണ് ബുദ്ധിയുള്ള ആരാധന. മറ്റവൻ ചുമ്മാ വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവ് പറയും, ഈ ജനം അതരം കൊണ്ടല്ലേ ബഹുമാനിക്കുന്നു, ഇവിടെ ഹൃദയനിൽ നിന്ന് വളരെ അകലെയാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവിതം കൊണ്ടാണ് ആരാധന. ഈ ജീവിതം ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന, വിശുദ്ധിയോടുകൂടെ.
അപ്പം എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതെല്ലാം നിങ്ങളെ ഓർപ്പിച്ചത് ദൈവം നിങ്ങളെ സെറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളുടെ പാത്ത് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഡീവിയേഷൻ ഇട്ടാൻ കളഞ്ഞു. നമ്മൾ ആരാധനക്കാരായിപ്പോയി. അനുഗമനക്കാരാകുന്നതിന് പകരം ആരാധനക്കാരായിപ്പോയി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാമോ, നമ്മൾ പഴയ ഉടമ്പടി പുസ്തകം വായിച്ചാൽ ആത്മാവിൽ മരിച്ചവരാണ് ജനം. ആത്മാവിൽ മരിച്ചവരാണ്. അവർക്കാണ് ന്യായപ്രമാണമൊക്കെ കൊടുത്തത്. അവരാണ് ഇതാ മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് യാഗം കഴിച്ച് ആരാധനക്കാരായി നിന്നത്. എന്നാൽ പുതിയ ഉടമ്പടിക്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് പറയുന്നത് ഈ മൃഗങ്ങളെ കൊണ്ട് യാഗം കഴിക്കുകയോ അങ്ങനെയൊന്നുമല്ല. നമ്മളോട് 25 പ്രാവശ്യത്തിലധികം യേശുക്രിസ്തു 4 സുവിശേഷങ്ങളിൽ മാത്രം പറഞ്ഞിട്ടുണ്ട് എന്നെ അനുഗമിക്കാൻ. മനസ്സിലായോ? പക്ഷേ നമ്മളത് ബൈപ്പാസ് ചെയ്തു പോയി. ഒരു പ്രാവശ്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ ആരാധിക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം യേശുവിനെ ബഹുമാനിക്കേണ്ടെന്നല്ല. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാ ബഹുമാനവും പുത്രനെ ബഹുമാനിക്കണം. ശ്രദ്ധിക്കുക. പക്ഷേ അതല്ല യേശു നമ്മളോട് ആവശ്യപ്പെട്ടത്. യേശു ആവശ്യപ്പെട്ടത് എന്താ? ഫോളോ മീ, എന്നെ അനുഗമിക്കേ. പക്ഷേ നമ്മളതിനെ നമ്മൾ പോലും അറിയാതെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാ കർത്താവ് അന്നത്തെ ദേവദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങി എന്നിട്ട് കൊതുകിനെ അരിച്ചെടുത്തങ്ങ് വലിയതാക്കി. കപടഭക്തരെ, അങ്ങനെയാകരുത്. ഓരോന്നിന് എന്ത് പ്രാധാന്യം വിശുദ്ധ ബൈബിൾ കൊടുത്തോ അത് നാം കൊടുക്കണം. യേശുക്രിസ്തു 4 സുവിശേഷങ്ങളിൽ മാത്രം നിങ്ങൾ കൗണ്ട് ചെയ്തോ, 25-ലധികം പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോളോ മീ എന്ന്, എന്നെ അനുഗമിക്കാൻ. കാരണം ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞൊരു യാത്രയാണ്, ഹൃദയം കൊണ്ടുള്ള യാത്ര. ഇതിൻ്റെ നിഴലാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് യാത്രയായത്. ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. ഇതുതന്നെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. അദ്ദേഹം ഓൾറെഡി അപ്പോസ്തലനാ, ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആളുകളൊന്നുമല്ല, അപ്പോസ്തലനാ. അദ്ദേഹം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് യാത്ര ചെയ്യുക. ഓടുകയാ, നടക്കുകയല്ല, ഓടുകയാ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഒക്കെ ആത്മമണ്ഡലത്തിലെ യാത്രയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് ഇപ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഇത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവിനെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാ ബഹുമാനവും നാം കൊടുക്കണം. എന്നാൽ യേശു നമ്മളോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഞാൻ ബഹുമാനം വാങ്ങുന്നത് എൻ്റെ പിതാവിനോടാണ്. നമ്മളൊക്കെ ബഹുമാനം നല്ലൊരു നമുക്ക് അന്വേഷിച്ച് നടക്കുന്നത് എവിടെന്നാ? മനുഷ്യരിൽ നിന്ന്. മനുഷ്യൻ താമസപ്പടിക്കുന്നുണ്ടോന്ന് നോക്കണേ. മനുഷ്യനെ വിശ്വസിക്കേണ്ട. അവൻ ഇന്ന് താമസപ്പടിച്ച നാളെ ഡൗൺ അടിക്കും, തള്ളി പറയുകയും ചെയ്യും. പക്ഷെ ദൈവത്തിൻ്റെ താമസപ്പ് കിട്ടിയാൽ അതാണ് നിത്യം നമുക്ക് വേണ്ടത്. യോഹന്നാൻ 5:41 വായിച്ചേ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. അപ്പൊ യേശുക്രിസ്തു എന്താ പറയണേ? ഞാൻ മനുഷ്യനോട് ബഹുമാനം എന്ത് ചെയ്യുന്നില്ല? വാങ്ങുന്നില്ല. യേശു അത് അന്വേഷിക്കുന്നില്ലെന്നേ. യേശു ബഹുമാനം അന്വേഷിക്കുന്നു. യോഹന്നാൻ 17 പറയാണ്, 17:5 ചിന്തിക്കുന്നു. അവിടെ പറയാണ്, പിതാവേ അങ്ങനെ മഹത്വപ്പെടുത്തണമേ എന്നാ പറയുന്നത്. മനുഷ്യനോട് ബഹുമാനം വാങ്ങാതെ, ഭൂമിയിൽ നിന്ന് ബഹുമാനം വാങ്ങാതെ സ്വർഗത്തിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നു. തംസപ്പ്, എനിക്ക് മനുഷ്യന്റെ തംസപ്പ് വേണ്ട, എൻ്റെ അപ്പൻ്റെ തംസപ്പ് മതി. വായിച്ചേ. 17:5 യോഹന്നാൻ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പൊ യേശു എവിടെന്നാ ബഹുമാനം അന്വേഷിക്കുന്നേ? പിതാവിൽ നിന്ന്. മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. അപ്പൊ നമ്മൾ ഇതായിരിക്കണം. എനിക്ക് മനുഷ്യനോട് ബഹുമാനം കിട്ടാൻ വേണ്ടി ആകരുത് എന്തെങ്കിലും ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് എല്ലാ ദേവാസന്മാരും ശ്രദ്ധിക്കുക. ഞാൻ ഓരോ മെസ്സേജ് കഴിയുമ്പോഴും ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. എന്തിനാണെന്നറിയാമോ? എൻ്റെ അപ്പനിൽ നിന്ന് കേൾക്കാൻ. അപ്പോൾ അപ്പനിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, വെൽ ഡൺ മൈ സൺ, ഗുഡ്. അതെന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. മനുഷ്യർ പലതും പല രീതിയിലാണ്. ഹല്ലേലൂയ. ചിലർ മിണ്ടാതിരിക്കും, ചിലർ നന്നായെന്ന് പറയും,
ചിലർ പുറം വാക്ക് പറയും, പലതും പറയും. ഇത് ഇന്ന് പറയുന്ന നാളെ മാറ്റിയും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. കാരണം അത് മനുഷ്യനാണ്, മനുഷ്യൻ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ദേവദാസന്മാർ ശ്രദ്ധിക്കണം, ഈ വിശുദ്ധ ബൈബിളിലെ 4 സുവിശേഷങ്ങളിൽ മാത്രം 25-ലധികം പ്രാവശ്യം യേശു പറഞ്ഞ ഫോളോ മീ. കാരണം ഇതൊരു യാത്രയാ. എവിടെ നിന്ന് എങ്ങോട്ട്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയാ. നമുക്ക് വഴി അറിഞ്ഞുകൂടാ. യേശു പറയുന്നത് ഞാൻ തന്നെ വഴിയാ, എന്നിലൂടെയാണ് നിന്റെ യാത്ര, ഫോളോ മീ. നമ്മൾ അതിനു പകരം യേശു ഒരു പ്രാവശ്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത സ്തുതി സ്തുതി കൊണ്ട് അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിച്ചു. യേശുവിനെ ഉയർത്തിയാൽ യേശു അവസാനം പറയും, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞിട്ടൊന്നും നീ അവിടെ എത്തൂല. അപ്പൊ പിശാച വേറെ തട്ടിമറിച്ചിട്ടു. ആവശ്യമായതിന് പകരം നല്ലത് തന്ന് നമ്മളെ അവിടെ കുടുങ്ങരുത്. ഇതൊരു യാത്രയാണ്. ആ യാത്ര മനുഷ്യന്റെ വംശത്തിൽ നിന്ന് ദൈവത്തിന്റെ വംശത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? കാരണം നമ്മളെ വിളിച്ചിരിക്കുക എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. ഇതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പഠിച്ചത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ ഞാനും നിങ്ങൾ. ടെറിറ്ററി മാറുകയാണ്, ആത്മമണ്ഡലത്തിലെ ടെറിറ്ററി മാറുകയാണ്, ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറുകയാണ്. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം വ്യക്തമായിട്ട് അറിയണം. ദൈവത്തോടുകൂടെ ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുക, ബി പ്രാക്ടിക്കൽ. അവസാനം ഇന്നലെ നമ്മൾ കേട്ടൊരു മെയിൻ സന്ദേശം, സാക്ഷികളെ പിന്തുടരരുത്. സാക്ഷികളെ പിന്തുടരരുത്, പകരം നമ്മൾ ക്രിസ്തുവെ പിന്തുടരണം. ക്രിസ്തുവെ പിന്തുടരണം. Lord, I love you. ലൂക്ക് 9:21 വായിച്ച്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ പറയാണ്, പിന്നെ ക്രിസ്തു എല്ലാവരോടും പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. എന്ത് ചെയ്യാൻ? അനുഗമിപ്പാൻ. ഇതാ പറഞ്ഞത്. 25-ലധികം പ്രാവശ്യം 4 സുവിശേഷ ലേഖനങ്ങൾ വേറെ പറഞ്ഞിരിക്കുകയാണ്, എന്നെ അനുഗമിക്കുക. അതിനെ വിഴുങ്ങരുത്. എന്നിട്ട് കുറഞ്ഞതിനെ എടുത്ത് വലുതാക്കിയിട്ട് ആവശ്യമായതിനെ അവസാനിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, പെട്ടെന്ന് സുവിശേഷം എന്താന്ന് മനസ്സിലാക്കുക. നമ്മുടെ ടെറിറ്ററി മാറുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ 2 മണ്ഡലങ്ങളെ കാണാം. രണ്ട് മണ്ഡലങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്ന് താഴെ ഭൂമി, മറ്റൊന്ന് ഇതാ സ്വർഗം. പുതിയ ജെറുസലേമാണ് ഈ കാണുന്നത്, ക്യൂബ് ടൈപ്പ്. രണ്ട് മണ്ഡലങ്ങളെ കാണാം. ഈ പുതിയ ജെറുസലേമാണ് ഭാവിയിലെ നമ്മുടെ വീട്. ഈ പുതിയ ജെറുസലേമിലാണ് നമ്മൾ ആത്മാവിൽ വസിക്കുന്നത്. താഴെ ഭൂമിയിൽ നാം ശരീരത്തിലാണ് വസിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ രണ്ട് ഫേസുകളാണ്. ശരീരത്തിൽ വസിക്കുന്നത് അല്പനേരമേ ഉള്ളൂ. എന്നാൽ അവിടുന്ന് ജയം പ്രാപിച്ചാൽ നമ്മൾ നിത്യകാലം ആത്മാവിൽ പുതിയ ജെറുസലേമിൽ വസിക്കും. ഒരു പാപിക്കും അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. വളരെ ശ്രദ്ധിച്ചോളണം, മനസ്സിലാക്കിക്കോളണം. അത് നിങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും പള്ളി പോയതുകൊണ്ടോ ഏതെങ്കിലും
കൂട്ടത്തിൽ നിന്നത് കൊണ്ടൊന്നും അവിടെ കയറാൻ പറ്റുമെന്നൊക്കെ പറ്റില്ല. ജയിച്ചെങ്കിൽ മാത്രമേ അവിടെ കയറാൻ പറ്റൂ. അപ്പോൾ ജയം ജയം എന്നുള്ള ബൈബിളിലുള്ള കാര്യം നമ്മളുടെ സന്ദേശങ്ങളിൽ നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ ഏതോ പിശാചിൻ്റെ അജ്ഞത ജയിച്ച മണ്ഡലത്തിൽ കിടക്കുക. അങ്ങനെയാകരുത്. ഇവിടെയാണ് യേശുവിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. യേശു പറയുകയാണ്, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം. ഹല്ലേലൂയ. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ചെന്നും പറഞ്ഞ് എല്ലാവരും ഡോക്ടർമാരാവില്ല. ജയിച്ചാലേ ഡോക്ടർമാരാവുള്ളൂ. ജയിച്ചെങ്കിലേ അവകാശം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ 2 ഫേസുകളാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് ഭൂമിയിൽ ജഡത്തിലായിരിക്കുന്നു. ശങ്കുറത്തിന് 5:10 വായിച്ചേ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഈ 2 ഫേസുള്ള ജീവിതത്തിന്റെ ഇടയിലാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, അപ്പൊ ശരീരത്തിലിരിക്കുന്ന സ്ഥലമാണ് ഭൂമി. ഇവിടെ വെച്ച് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എവിടെ ചെല്ലണം? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. എന്നിട്ട് തുടർന്നുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാപിച്ചുള്ള ജീവിതമാണ്. പ്രാപിച്ചുള്ള ജീവിതം. ഹല്ലേലൂയ. ആദ്യത്തെ ജീവിതം ശരീരത്തിലിരിക്കുമ്പോൾ അത് ചെയ്യാനുള്ള ജീവിതമാണ്. എന്തിനു വേണ്ടി? അടുത്ത ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ഇടാനുള്ള സ്ഥലമാണ് ശരീരം. ശരീരത്തിലിരിക്കുമ്പോൾ ജീവിതം, അടുത്ത ജീവിതത്തിന്റെ നിത്യമായ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ഇടണം. ഇതുകൊണ്ടാണ് 1 തിമോത്തി 6 പറയുന്നത്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും സകലത്തിൽ നിന്ന് ഉപയോഗിക്കാൻ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വരും കാലത്തേക്ക്. അപ്പൊ എന്തുണ്ട് മുമ്പില്? ഒരു വരുംകാലമുണ്ട്. വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം, ഫൗണ്ടേഷൻ ഇടാനും ആജ്ഞാപിക്കാം. മനസ്സിലായോ? ഹല്ലേലൂയ. എടുത്തെങ്കിൽ വായിച്ചേ. 1 തിമോത്തി 6:17. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അപ്പൊ വരും കാലം ഉണ്ടല്ലേ? അപ്പൊ ഈ കാലവും ഉണ്ട്, വരും കാലവും ഉണ്ട്. പറഞ്ഞേ, ഈ കാലവും ഉണ്ട്, വരും കാലവും ഉണ്ട്. അപ്പൊ വരും കാലത്തേക്ക് ഈ കാലത്തിൽ എന്ത് ചെയ്യണം? നല്ലൊരു അടിസ്ഥാനമിടണം. പിടുത്തം കിട്ടിയ? നല്ലൊരു അടിസ്ഥാനമിടാ. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനമിടുവാനുള്ള കാലമാണ് ഈ കാലം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം പറയാ, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനമിടുവാൻ ഈ കാലം ഉപയോഗിക്കുക. പിടുത്തം കിട്ടിയ? അപ്പൊ ഈ കാലം എന്തിൻ്റെ ഉള്ളിൽ വസിക്കണേ? എന്തിലാ നാം ഇരിക്കണേ? ശരീരത്തിൽ, ജഡത്തിൽ ഇരിക്കുക. വരും കാലമോ ആത്മാവിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പോ ഈ കാലത്ത് നമ്മുടെ ദേഹി ശരീരത്തിലിരിക്കുന്നു, വരും കാലത്ത് നമ്മുടെ ദേഹി ആത്മാവിലിരിക്കുന്നു. പിടുത്തം കേട്ടയാ? ശരീരത്തിലിരിക്കുന്ന കുറച്ചു കാലമേ ഉള്ളൂ. ശരീരത്തിൽ ഇരുത്തിയിരിക്കുമ്പോൾ ചെയ്യാനാ ഇരുത്തിയിരിക്കണേ. എന്താ ചെയ്യണ്ടേ? ദൈവത്തെ മോസ്തുതി പറഞ്ഞ് മണിയടിക്കണോ? അതൊന്നും നടക്കൂല. കാരണം ഹൃദയം മൊത്തം അറിയാം. ഈ സമയത്ത് നാം ഹൃദയപൂർവം ദൈവ ഇഷ്ടം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? മണിയടി ഒന്നും നടക്കില്ല. അതൊക്കെ മനുഷ്യരെ നടക്കുള്ളൂ. ചേച്ചി ഉണ്ടാക്കി കറി നന്നായിട്ടുണ്ടല്ലോ, എന്ത് രസമാ, ചേച്ചിയൊക്കെ കാണാൻ സുന്ദരിയാണല്ലോ, ഓ ബ്രദറേ, ഓ എന്ന പ്രസംഗമായിരുന്നു കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ മനുഷ്യൻ വീഴും, പക്ഷെ ദൈവം വീഴില്ല. ദൈവം പറയുക, ഈ ജന അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാ. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യരെ പറ്റിക്കുന്നത് പോലെ ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ദൈവത്തിന് അറിയാം. ഇവിടെയാണ് പലരും ഫെയിലായി പോകുന്നത്. മനുഷ്യരെ അപ്രോച്ച് ചെയ്യണത് പോലെ ദൈവത്തെ അപ്രോച്ച് ചെയ്യാൻ പോകും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ ഉൾഭാഗങ്ങൾ മൊത്തം അറിയാം. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞെന്നതുപോലെ ദൈവത്തെ ആശ്രയിക്കുക.
എന്നെ ഉള്ളതുപോലെ അറിയുന്ന എൻ്റെ അപ്പാ എന്ന് ദൈവസന്നിധിയോട് പറയുക. എൻ്റെ വിചാരങ്ങളും വികാരങ്ങളും ഞാൻ അറിയുന്നില്ല, അതിനേക്കാൾ ഉപരി അങ്ങ് അറിയുന്നു. വ്യസനത്തിനുള്ള മാർഗം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കി അങ്ങ് എൻ്റെ ചിന്തകളെ പരിശോധിച്ച് എന്നെ ശാശ്വതമായ മാർഗത്തിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആപട്യൊന്നും കൊണ്ട് അവിടെ ചെല്ലരുത്. ഹല്ലേലൂയ. നമ്മുടെ സ്ട്രെങ്ത് ഒന്നും അവിടെ വേണ്ട. നമ്മുടെ സ്ട്രെങ്ത് ഒന്നും ദൈവം മുമ്പിൽ ഒന്നുമല്ല. നമ്മുടെ ബലവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ 2 ഫേസുകളാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആദ്യ ഫേസ് ഒരു അല്പസമയമേ ജഡത്തിൽ. ഇതുകൊണ്ടാണ് കുറച്ച് സമയമുള്ളൂ. ഇതുകൊണ്ടാണ് യാക്കോബ് 4:14 പറയുന്നത്, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്. എന്നിട്ട് പറയാണ്, അല്പകാലത്തേക്ക് കാണുന്നത്. കുറച്ചു കാലമുള്ളൂ ഈ ശരീരത്തിലിരുന്നത്, പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നിങ്ങളുടെ ജീവിതം. വായിച്ചേ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. മനസ്സിലായോ? ആവി പോലെയാണ് ജീവിതമെന്ന്. നിങ്ങൾ അടുക്കളയിൽ കയറാറുണ്ടല്ലോ സഹോദരിമാരെ, കഞ്ഞിയൊക്കെ വെക്കാറുള്ളതല്ലേ അല്ലേ, കറിയൊക്കെ വെക്കാറുള്ളതല്ലേ. അപ്പോൾ സഹോദരന്മാരും കയറാറുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആവി പൊങ്ങണുണ്ടോ? ആവി. അപ്പോൾ ഈ കഞ്ഞിപ്പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് ആവി പൊങ്ങണം. എത്ര വർഷം ഉണ്ടാവും പൊങ്ങണ ആവി? വർഷങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ, മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മാസങ്ങളും ഉണ്ടാവില്ല അല്ലേ, ആഴ്ചകളോ ഇല്ല, ദിവസങ്ങളോ ഇല്ല, മണിക്കൂറുകളോ ഇല്ല, മിനിറ്റുകളോ ഇല്ല. അതങ്ങ് പൊങ്ങണതും കാണാം, പിന്നെ കാണാതെ പോകുന്നു. ഇനി പഴയ തലമുറയെ നോക്കിയേ, അപ്പച്ചന്മാരൊക്കെ എന്തി ഇങ്ങനെ പൊങ്ങണ കണ്ടു. രാഘവൻ പൊങ്ങി കേമനായി, പിന്നെ രാഘവനെ കാണാനില്ല. രാഘവന്റെ മോന് ഇതാ ഇന്ന ആള് പൊങ്ങി, പിന്നെ കാണാനില്ല. ജോസഫ് പൊങ്ങി, ജോസഫിനെ കാണാനില്ല. ഓരോരുത്തരും പൊങ്ങി, എല്ലാവരും പോയി. നമ്മളും ദേ പൊങ്ങി, ഇനി കുറച്ചു നേരം നമ്മളെ കാണൂല. എല്ലാ ശരീരത്തിൽ ഇരിക്കുക, കാണൂല. അല്പനേരത്തേക്കേ ഉള്ളൂ. പിടുത്തം കിട്ടിയ. അപ്പൊ ഇവിടെയാണ് ജീവിതത്തെക്കുറിച്ച് അറിയേണ്ടത്. ഇവിടെയാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തതയോടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നു. ഇതിപ്പോ പറഞ്ഞു പോകും, ഇപ്പൊ തീരും. ചിന്തിക്കാൻ പറ്റില്ല, ഏത് സമയം തീരുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ദാരുണമായ മരണം കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഇന്ത്യയിൽ എവിടെയോ ഒരു റോട്ടിലൂടെ ഒരു ബൊലീറോ പോകുന്നു, ജീപ്പ്. അപ്പോൾ തന്നെ ആ ബൊലീറോ ഇങ്ങനെ പോകുമ്പോൾ ബൊലീറോ ഇങ്ങനെ ടേൺ ചെയ്യാണ് ഒരു വളവിൽ. അപ്പോൾ കാണുന്ന ഒരു ട്രെയിലർ, നിറച്ച് മണ്ണ് നിറച്ച ഒരു ട്രെയിലർ, മണ്ണോ വേറെന്തോ നിറച്ചിട്ടിരിക്കുക. ആ ട്രെയിലർ പോകുന്നു. അപ്പോൾ ഈ ബൊലീറോ ഇങ്ങനെ വട്ടം തിരിയുന്നു. അപ്പോൾ ട്രെയിലറും വന്ന് ഇതേപോലെ തന്നെ, ട്രെയിലർ നേരെ പോകാനുള്ളതായിരുന്നു തോന്നുന്നു, ബൊലീറോ ഇങ്ങനെ വട്ടം തിരിയുക. അപ്പോൾ ഈ ബൊലീറോ ഇങ്ങനെ തിരിയുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിലറിൻ്റെ ആ വ്യക്തി ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങ് ഒതുക്കിയപ്പോൾ മുമ്പിലത്തെ ടയർ ആ ഫുട്പാത്തിലെ ഡിവൈഡറിൻ്റെ മുകളിൽ കയറി. ഡിവൈഡറിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആ വണ്ടി ഇങ്ങനെ ഇങ്ങ് ചരിഞ്ഞിട്ട് നേരെ അതിൻ്റെ ബാക്കിലെ ലോഡ്, നല്ല നീളം കൂടിയ ലോഡാണ്, വലിയ പൊക്കത്തിലാണ്, വലിയ വണ്ടി, ട്രെയിലറാണ്. അതിൽ നിറച്ച മണ്ണോ വേറെന്തോ സാധനമാണ്. ഈ ബൊലീറോയുടെ മുകളിലേക്ക് അതിൻ്റെ പുറകിലുള്ള ആ മൊത്തം വണ്ടി ഇങ്ങ് മറിഞ്ഞിട്ട് ബൊലീറോ പപ്പടം പരുവത്തിലായിട്ട് ആ ഈ മണ്ണ് മുഴുവൻ ബൊലീറോയെ മൂടി. ജീവനോടെ ശവസംസ്കാരം. മനസ്സിലായോ? മണ്ണ് മുഴുവൻ ബൊലീറോയെ ഒക്കെ മൂടി. ഇങ്ങനെ ജീവനോടെ സംസ്കരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിമിഷ നേരം കൊണ്ട് പരിപാടി കഴിഞ്ഞു. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആരും പ്രതീക്ഷിച്ചില്ല. ഇതേപോലെ മക്കളെ നമ്മുടെ ജീവിതം ഏത് സമയവും ഇവിടെ നിന്ന് മാറ്റപ്പെടാം. ഇറ്റ്സ് എ ടെസ്റ്റ്. ഏത് സമയവും നമ്മളുടെ മരണമൊഴിയാൽ മാറ്റപ്പെടാൻ ഒരുങ്ങിയിരിക്കുക. ഇതല്ല ജീവിതം. അത് ശരീരത്തിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ. അപ്പോഴും ആള് മരിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും മരിക്കില്ല. മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും മരിക്കില്ല. ശരീരം വിടുന്നത് മരണമേ അല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ഈ അവനവൻ എന്ന് പറയുന്ന ആൾ മരിക്കത്തില്ല. ഇവൻ 2ാം മരണത്തിൽ പോലും മരിക്കത്തില്ല. തീപ്പോയിലേക്ക് തള്ളിയാലും മരിക്കത്തില്ല.
അവിടെ നിത്യദണ്ഡനോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദണ്ഡന അനുഭവിക്കാൻ പറ്റൂ? നിത്യദണ്ഡനോ. ദൈവത്തോടുകൂടി ജീവിതമാണെങ്കിൽ അവിടെ നിത്യ ജീവിതമാണ്, മറ്റേത് നിത്യദണ്ഡനോ. അവിടെ ശ്രദ്ധിച്ചോളണം, മനസ്സിലാക്കണല്ലോ. ജീവിതം അല്പനേരത്തേക്കുള്ളൂ ഈ ഭൂമിയിലെ. അത് ശരീരത്തിലാ. നമ്മൾ മരണമെന്ന് പറയുന്നു, പക്ഷെ ശരീരത്തിൽ നിന്ന് മാറുന്നതേ ഉള്ളൂ. ശരീരത്തിൽ മാറുന്നതേ ഉള്ളൂ. നമ്മുടെ ഉടുപ്പ് മാറുന്നത് പോലെ. ഒരു ഉടുപ്പ് മാറുന്നു, അതവിടെ ഇടുന്നു, പിന്നെ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല ആ ഉടുപ്പ് എന്നതുപോലെ ആ ഉടുപ്പ് മരിച്ചു. ഉടുപ്പാ പോയത്, നമ്മൾ മരിക്കുന്നില്ല. സോള് മരിക്കുന്നില്ല, സോളാണ് നമ്മൾ. അപ്പൊ ആദ്യത്തെ ഫേസ് ആണ് ഈ ഭൂമിയിൽ മരണമുള്ള ജീവിതം. അത് നോക്കിയേ, അതിന്റെ മുകളിലൊരു ദൂതൻ നിൽക്കണുണ്ടോ? ഇവനാണ് പിശാച്, ഡെവിൾ. ഭൂമിയുടെ മുകളിലുള്ള ഭരണമാണ് പിശാചിൻ്റെത്, ലോകത്തിൻ്റെത്. സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നതാണ് 1 യോഹന്നാൻ 5:19 പറയുന്നത്. സർവ്വലോകവും ഭൂമിയുടെ മുകളിലുള്ള ഭരണസ്ഥലമാണ് ലോകം. ലോകത്തെ കാണാൻ പറ്റത്തില്ല, ഭൂമിയെ കാണാം. പലർക്കും ഇത് അറിയത്തില്ല. ലോകത്തെ കാണാൻ പറ്റത്തില്ല. ലോകമാണ് പിശാചിന്റെ കീഴിൽ, ഭൂമി മനുഷ്യന്റെ കീഴിൽ, ശരീരത്തിന്റെ കീഴിൽ. ദൈവരാജ്യം അതിൻ്റെ മുകളിൽ, ദൈവത്തിന്റെ കീഴിൽ. പക്ഷെ ഇതെല്ലാത്തിന്റെ ഉടമസ്ഥൻ ദൈവം തന്നെ. ഹല്ലേലൂയ. ഭരണം, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ ദൈവത്തിന് ഇപ്പൊ പറ്റുന്നില്ല. ഉടമസ്ഥനായ ആണ്, അധികാരമില്ലാഞ്ഞിട്ടുകൊണ്ടല്ല. ദൈവം ഇതെല്ലാം മനുഷ്യനെ ഏൽപ്പിച്ചു. മനുഷ്യൻ ഇത് കൊണ്ടുപോയി പിശാചിന്റെ കയ്യിൽ കൊടുത്തു, തൻ്റെ അധികാരം കൈമാറി. ഇനി തിരിച്ചു പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് തരും. ഇതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരണം. എവിടെ? ഭൂമിയിൽ. അപ്പൊ ഭൂമിയിൽ ഏത് രാജ്യം ഇല്ല? ദൈവരാജ്യം ഇല്ല. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അത് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുവോ? നമ്മളിപ്പം മയക്കി അടിച്ചിട്ടിരിക്കുമല്ലേ. ആര്? രാഷ്ട്രീയ പാർട്ടിയെ, പിശാചിന്റെ കിങ്ഡം നമ്മളെ അജ്ഞതയിൽ കുടുക്കി. അതാണ് ഇരുളെന്ന് പറയുന്നത്, ഇരുളിന്റെ അധികാരി. അവിടെ നമ്മളിത് പ്രാർത്ഥിക്കത്തില്ല. അവന്റെ പിടിയിലായതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വിലക്കും. പ്രാർത്ഥിക്കണ്ട, അതൊന്നും പ്രാർത്ഥിക്കണ്ട കേട്ടാ. ഹല്ലേലൂയ. തിരിച്ചറിയണം, ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവരാജ്യം അന്വേഷിക്കണം, ദൈവരാജ്യം വരുന്നു എന്ന് പ്രസംഗിക്കണം. പക്ഷെ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടി അനുവദിക്കത്തില്ല. സ്പിരിച്വൽ പൊളിറ്റിക്കൽ പാർട്ടി പിശാചിന്റെ കിങ്ഡം അനുവദിക്കത്തില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് പിന്നെ നമുക്ക് കിടക്കാം. അപ്പൊ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമി അത് ഭൗതിക മണ്ഡലമാണ്, കാണുന്ന മണ്ഡലമാണ്. എന്നാൽ ഭൂമിയെ വാഴുന്ന ലോകവും ലോകത്തിന്റെ ഭരണാധികാരിയായ പിശാചും ആത്മമണ്ഡലമാണ്, കാണാൻ പറ്റത്തില്ല. ആത്മമണ്ഡലം. ഇനി ആ ആത്മമണ്ഡലത്തിലാണ് നമ്മുടെ സോള് കിടക്കുന്നത്, നമ്മുടെ ദേഹി കിടക്കുന്നത്, നമ്മുടെ ശരീരം കിടക്കുന്നത് ഭൂമിയിലാണ്. ശരീരത്തിന്റെ മുകളിൽ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ദേഹി കിടക്കുന്നത് പിശാചിന്റെ മണ്ഡലമായ ലോകത്തിലാണ്. ഇത് നമ്മുടെ ആത്മാവ് ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. മൂന്ന് മണ്ഡലങ്ങളിലാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ വരും. അപ്പോ ഇവിടെ നമ്മൾ ബേസിക്കലി എന്താണ് സുവിശേഷം എന്ന് മനസ്സിലാക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ജീവിക്കുന്നതാണ്. ദൈവത്തോടുകൂടി ജീവിക്കുന്ന ഇൻവിറ്റേഷനാണ് സുവിശേഷ ഇൻവിറ്റേഷൻ. അതായത് മരണമുള്ള മനുഷ്യരോടുകൂടിയുള്ള ജീവിതത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. ഇതാണ് നാം ഇന്നലെ കേട്ട 2 വാക്യങ്ങൾ. ഒന്ന്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരേ. രണ്ടാമത്തെ ഒരു വാക്യം നമ്മൾ കേട്ടു, മറ്റത് ഹെബ്രായ ലേഖനം 3:1 സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായെന്ന് നമ്മൾ കേട്ടത്. വീണ്ടും നമ്മൾ കേട്ടത് എന്തിനാ വിളിച്ചത്? ദൈവത്തോടുകൂടെ ജീവിക്കാനാണ് വിളിച്ചത്. 1 തിമോത്തി 5:9-10. അപ്പൊ ആദ്യം വായിച്ചാട്ടെ ഹെബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പോ ഭൂമിയിൽ അല്പനേരം ഈ ജഡത്തിലുള്ളൂ നമ്മള്. ആ സമയത്ത് നമ്മൾക്ക് എന്നാ വിളിയുണ്ട്? സ്വർഗീയ വിളിയുണ്ട്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. എന്തിനാണ് സ്വർഗീയ വിളിച്ചത്? അതിന്റെ 1 Thessalonians 5:9-10 പറയുകയാണ്,
ദൈവത്തോടുകൂടെ ജീവിക്കാനാണ് വിളിച്ചേക്കണേ. ധൂർത്തപുത്രൻ മടങ്ങി വന്ന അപ്പനോടുകൂടെ ജീവിതം തുടങ്ങിയതുപോലെ ദൈവത്തോടുകൂടെ ജീവിക്കാനാ വിളിച്ചേക്കണേ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്, ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. അപ്പൊ ഇപ്പൊ ജീവിക്കുന്ന ആരോട് കൂടെയാ? ഇപ്പൊ ജീവിക്കുന്ന ആരോട് കൂടെയാ? ഇപ്പൊ ജീവിക്കുന്നത് മനുഷ്യരോട് കൂടെ. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യരോട് കൂടെ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനുഷ്യരോട് കൂടെ. പക്ഷെ അത് ആരുടെ കീഴിലാ? പിശാചിന്റെ കീഴിലാ. വൃത്തം കിട്ടിയോ? അപ്പൊ മനുഷ്യരോടുകൂടെ ജീവിക്കുക പിശാചിന്റെ കീഴിൽ. എന്നാൽ അവരെ, ആ മരണമുള്ള പിശാചിന്റെ കീഴിലായതുകൊണ്ട് അവർക്ക് മരണമുണ്ട്. ഇവരെ ദൈവത്തോടു കൂടെ ജീവിക്കാൻ വിളിച്ചിരിക്കുക, പുതിയ യെരൂശലേമിലേക്ക് വിളിച്ചിരിക്കുക. അപ്പൊ നമുക്ക് പോകണ്ടേ? അങ്ങോട്ടേക്ക് പോകണ്ടേ? അപ്പൊ ഉള്ള സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള സമയം കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും പേടിയാണ് അത് പാടാൻ. ഒരു സ്ഥലത്ത് ചെന്നാലേ ആ പാട്ട് കേൾക്കൂ. മരണ വീട്ടില് സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെ ഇത് പാട്ട് കേട്ടപ്പോ എൻ്റെ അമ്മ മരിച്ചപ്പോൾ 2 വർഷം മുമ്പ് ഈ പാട്ട് പാടിയ സമയത്ത്, പാടുന്ന അകത്ത് ഇങ്ങനെ വന്ന സമയത്ത് പലരും പാടുന്നതിന് കേട്ടു. ഇങ്ങനെ വന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, ഈ പാട്ട് മരണ വീട്ടിൽ പാടാനുള്ള പാട്ടല്ല. ഞാൻ അത് ചോദിച്ചു, എല്ലാ മരണ വീട്ടിലും ആണല്ലോ ഇത് പാടുന്നേ. അപ്പോഴാണ് ദൈവം പ്രകാശിപ്പിച്ചത്, മരണസമയത്ത് യാത്ര തീർന്നു, അവിടെ യാത്ര ഇല്ല, യാത്ര അവസാനിച്ചു. ഇത് ജീവിച്ചിരിക്കുമ്പോൾ പാടേണ്ട പാട്ടാ. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തിന് സമയമുള്ളത്. സമയമാ രഥത്തിലാണ് ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ സമയം തീർന്നു, അപ്പോഴല്ല നിങ്ങൾ ഈ പാട്ട് പാടേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പാട്ട് പാടേണ്ടത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് എത്രയുണ്ടോ അതാണ് അവൻ്റെ സമയം. ആ സമയമാണ് അവൻ്റെ ജീവൻ, അവൻ്റെ ജീവിതം. അപ്പോഴാ പാടേണ്ടത്. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ സ്വർഗയാത്ര ചെയ്യാനായിട്ട്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ജീവിതം ഒരു യാത്രയാണെന്നും മാക്സിമം സ്പീഡിൽ യാത്ര ചെയ്യണമെന്നും നാം തിരിച്ചറിയണം. കണ്ടോ, ഈ സ്ക്രീനിലേക്ക് നോക്കിയേ. ഇവിടുന്ന് ഒരു ആരോ ഇട്ടേക്കണുണ്ടോ മുകളിലേക്ക്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് ഒരു ആരമാണ്. ഇൻവൈറ്റിങ്, നമ്മളെ ക്ഷണിക്കുകയാണ്, നമ്മളെ വിളിക്കുക. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ നമ്മളിവിടുന്ന് പോകേണ്ടവരാ. അല്ലാതെ ഇവിടെ ആത്മാവിൽ മരിച്ചവരെ പോലെ ഈ ഭൂമിയിൽ കുത്തിയിരുന്ന് ആരാധിച്ച് അവസാനിക്കേണ്ടവരല്ല. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് യേശുവെ അനുഗമിച്ച്, യേശുവാണ് നമ്മളുടെ വഴി, യേശുവാണ് നമ്മളുടെ ഗൈഡ്, യേശുവാണ് നമ്മുടെ നായകൻ. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. അപ്പൊ നായകനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ നല്ല വഴികളെ നിരത്തുകയാ. നമ്മൾ അതിലൂടെ യാത്രയാകണം. ഇതാ യേശു പറഞ്ഞ, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് സത്യം, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജോളി? എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോ ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ബ്രദറെ? ബ്രദറിന്റെ പേരെന്താ? സുരേഷ്. സുരേഷ് എവിടെന്നാ വന്നേക്കണേ? ചെങ്ങന്നൂര്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? പിതാവിന്റെ അടുക്കൽ എത്തുക. മനസ്സിലായോ? ഇനി അതിന്റെ മാർഗം എന്താ? യേശു ക്രിസ്തു. ഇത് തിരിഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ മാർഗം ക്രിസ്തുവാണ്, ലക്ഷ്യം പിതാവാണ്. ഹല്ലേലൂയ. ഇതാ യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുന്നില്ല. അപ്പൊ യേശു പറയുന്ന, കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നിനക്ക്. ആ അപ്പന് വേണ്ടി ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങളെ ഒരുക്കിയെടുത്ത് എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കൽ കൊണ്ട് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടിയുടെ ഒരു സമ്മറി. അപ്പോ പ്രിയ സഹോദരങ്ങളെ,
ഇതാ നമ്മളെ മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന്, മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന പിശാചിന് കീഴിലുള്ള ജീവിതത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആര്? സ്വർഗസ്ഥ പിതാവ്. ആരിലൂടെ? തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. തിരിച്ചറിയണം, ദൈവം നമ്മളെ വിളിക്കുകയാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാം. 2 തിമോത്തി 1:9 പറയുക, ദൈവം നമ്മളെ വിളിക്കുകയാണ്. അത് ഇപ്പോഴുള്ള ഒരു പെട്ടെന്നുള്ള ദൈവത്തിന്റെ ചിന്ത കൊണ്ടല്ല, സർവ്വലോകവും ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തയേശുവിൽ നമുക്ക് കൊടുത്തിരിക്കുന്നതാണത്. വായിച്ച്. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. ദൈവം നമ്മെ രക്ഷിച്ചു, വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പൊ ദൈവം രക്ഷിച്ചു. ആര് മുഖാന്തരം? തന്റെ പുത്രൻ മുഖാന്തരം. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നമ്മൾ ഒരു പ്രവൃത്തിയും പ്രവർത്തിച്ചോട്ടല്ല, നമ്മുടെ അമ്മ പ്രാർത്ഥിച്ചോട്ടോ അപ്പം പ്രാർത്ഥിച്ചോട്ടോ ഒന്നുമല്ല. പിന്നെ സകല കാലത്തിനു മുമ്പേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയതാ. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിന് കൊടുത്തതാ നമ്മളെ. മനസ്സിലായി? ഇതാ യേശു പറയുന്നത്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്ന. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ എടുക്കോ അമ്മയുടെ പ്രാർത്ഥനയുടെ എടുക്കോ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല ദൈവം നമ്മളെ രക്ഷിക്കുകയും വിളിക്കുകയും ചെയ്തത്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, ക്രിസ്തുവിന് നമ്മളെ കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, ദൈവം വിളിക്കുന്നു, സ്വർഗ പിതാവ് വിളിക്കുന്നു, യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗ പിതാവ് വിളിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കറക്റ്റ് ചെയ്ത ഈ കാര്യങ്ങൾ പറയുന്നത് വചനപ്രകാരം പാടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകാൻ ക്രിസ്തു മാർഗം, സ്വർഗീയ പിതാവ് ക്രിസ്തുവെ പോലെ ആകാൻ, ദൈവം മക്കളാകാൻ നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ ഈ പാട്ട് കേട്ട ചിലർ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഞങ്ങൾ ഈ പാട്ട് ഇങ്ങനെയല്ലോ കേട്ടേക്കണേ, യേശു വിളിക്കുന്നു എന്നാണല്ലോ കേട്ടേക്കണേ, അല്ലേ? അങ്ങനെയല്ലേ കേട്ടേക്കണേ? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാ ഞാനും കേട്ടതും ഞാനും പാടിയതും. പക്ഷേ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവ് യേശുവിലൂടെ നമ്മളെ വിളിക്കുകയാ. ആരെപ്പോലെയാകാൻ? യേശുവെ പോലെ ആകാൻ. അപ്പോൾ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനും യേശു ക്രിസ്തു മുഖാന്തരവുമാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സൃഷ്ടിപ്പ് മുഴുവൻ സ്വർഗസ്ഥ പിതാവ് മുഖാന്തരമായ യേശു ക്രിസ്തുവിലൂടെയാണ് ചെയ്യുവാനായിട്ട് ഇടയായത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം പഠിച്ച് മനസ്സിലാക്കി പോകണം. കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറേയും കൂടി ക്ലിയർ ആവും. അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ വാക്യം വായിച്ചത്. അപ്പോൾ 2 തിമോത്തി 1:9 നമ്മളിപ്പോൾ വാക്യം വായിച്ചു. നമ്മളെ ആരാ വിളിച്ചേ? ഒന്നൊരു വായിച്ചേ. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പൊ ആരാ നമ്മളെ വിളിച്ചേ? ദൈവം വിളിച്ചേ, അല്ലേ? നമ്മൾ ആ ദൈവത്തെ ഒഴിവാക്കി അത് ദൈവപുത്രനായ ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങിയ ഒരു കാലമുണ്ട്. അങ്ങനെ ആകരുത്. കറക്റ്റ് ആയിരിക്കണം ബൈബിള്. ഹല്ലേലൂയ. ദൈവം വിളിച്ചെങ്കിൽ അപ്പനെ ഒഴിവാക്കരുത്. അപ്പൻ്റെ അടുക്കലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. എന്നിട്ട് പുത്രൻ മുഖാന്തരമാണ് നമ്മളെ വിളിച്ച് നമ്മളെ രക്ഷിച്ച് നമ്മളെ കൊണ്ടുപോയി. അപ്പൊ റൈറ്റ് ആയിട്ടായിരിക്കണം. ബൈബിളിൽ നിന്ന് ഇടത്തോട്ടും മാറരുത്, വലത്തോട്ടും മാറരുത്, ട്രാക്ക് വിട്ടു മാറരുത്. പിശാച് എന്ത് ചെയ്യുക? ട്രാക്ക് നമ്മളെ വിട്ട് ആവശ്യമായതിനെ മാറ്റിയിട്ട് നല്ലതിനെ തരും. മനസ്സിലായോ? അത് ആ അപകടം നമ്മളെപ്പോഴും തിരിച്ചറിയണം. നമുക്ക് എന്താണോ ആവശ്യം, ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ. രക്ഷിക്കപ്പെട്ടിട്ട് എന്തിനാ? അപ്പനോടുകൂടെ ജീവിക്കാനല്ലേ? ഹല്ലേലൂയ. ആ അപ്പനെ ഒഴിവാക്കിക്കൊണ്ടുള്ള രക്ഷയാണ് അപകടം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോളാം, രക്ഷിക്കപ്പെട്ടത് അപ്പനോട് കൂടെ ജീവിക്കാനാണ്. ഇതാണ് 1 Thessalonians 5:9-10 പറയുന്നത്. അവിടെ നമ്മൾ കേട്ടില്ലേ, ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്. അപ്പൊ ആരാ വിളിച്ചേ? ദൈവമാണ് വിളിച്ചേ. എന്തിനാണ്? തന്നോടുകൂടെ ജീവിക്കാൻ. തന്നെ നമ്മൾ അപ്പോയിന്റ് ചെയ്തത് അതിനു വേണ്ടിയാ. തന്നോടുകൂടെ ജീവിക്കാൻ തൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷിച്ചു. ഇതാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചേ.
ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്. അപ്പോ എന്തിനാണ്? ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിനാ. ഇന്ന് ഭൂമിയിൽ മനുഷ്യരോട് കൂടെ ജീവിക്കണം. നമ്മള് ദൈവത്തോടു കൂടെ ജീവിക്കണം. ഇതാണ് സുവിശേഷം. യേശു 3 വർഷം പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്നാൽ അവിടെ ജീവിക്കാൻ മനുഷ്യന് പറ്റില്ല, കാരണം മനുഷ്യന്റെ പാപം. അപ്പൊ എന്തു വേണം? പാപത്തിന് പരിഹാരം നടത്തണം. അതാണ് നിങ്ങളിവിടെ കാണുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. കണ്ടോ? ഇതിലൂടെയാണ് ഈ മനുഷ്യരെ രക്ഷിക്കുന്നത്. തനിക്ക് വായിച്ചേ. നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോ ഈ യേശുക്രിസ്തു മൂലമുള്ള രക്ഷയെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തു പറ്റുള്ളൂ? ദൈവത്തോടുകൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിടുത്തം കിട്ടിയ രണ്ടിന്റെ കണക്ഷൻ മനസ്സിലായോ? ദൈവത്തോടുകൂടെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചത്. പക്ഷേ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ ദുഷ്ടന്റെ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം. ഇതാ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത്, ഒരു നാണയത്തിന്റെ 2 സൈഡ് എന്നതുപോലെയാ, ഒരു നോട്ടിന്റെ 2 സൈഡ് എന്നതുപോലെയാ. ഒന്നിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തോടുകൂടി ജീവിക്കാനാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാണ് യേശുവിനെ നാം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചത്. അപ്പൊ യേശുവിന്, അതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് എന്തില്ല? ദൈവത്തോട് സ്വർഗസ്ഥ പിതാവിന്റെ അടുക്ക് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എന്നെ പിതാവ് നിങ്ങൾക്ക് തന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളെ രക്ഷിച്ച് എടുക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ എന്നിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുക ഇല്ല. പാസ്പോർട്ട് മാത്രം ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നു എന്ന് പറഞ്ഞതുകൊണ്ടെന്നോ UAE കയറില്ല. UAE പെർമിറ്റ് ഉണ്ടെങ്കിലേ അവിടെ കയറാൻ പറ്റുകയുള്ളൂ. ഇത് രണ്ട് മണ്ഡലമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ എവിടെ നോക്കിയാൽ ഒരു ഭൗതിക ഭൂമി കാണാം. അപ്പൊ തന്നെ ഈ ഭൂമിയുടെ മുകളിൽ ലോകമാണ്, അത് അദൃശ്യമാണ്. അത് വാഴുന്നത് പിശാചാണ്. ഭൂമി വാഴുന്നത് ഇതാ ഇവിടെ ഇന്ത്യയിൽ മോദിയാണ്, അമേരിക്കയിൽ ട്രംപാണ്. പക്ഷെ ഇവരുടെ മനസ്സുകൾ ഇരിക്കുന്ന ആ പൈശാചികമായ ലോകം, എല്ലാ മനുഷ്യരും ആ ദുഷ്ടലോകത്തിൽ അവിടെ വാഴുന്നത് മോദിയും ട്രംപൊന്നും അല്ല, അവിടെ വാഴുന്നത് പിശാചാണ്. അവിടെ നിന്നാണ് നമുക്ക് വിടുതൽ വേണ്ടത്. ആ പൈശാചിക ലോകം, അതാണ് രാഷ്ട്രീയ പാർട്ടി എ എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അവൻ നമ്മളെ ഈ ദൈവരാജ്യം, പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ സർവ്വപ്രപഞ്ചവും വാഴുന്ന ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് അറിയാൻ അവൻ നമ്മളെ സമ്മതിക്കത്തില്ല. കാരണം രാഷ്ട്രീയ പാർട്ടി എ വാഴുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ബി ഭരിക്കാനായിട്ട് എ അനുവദിക്കുവോ? പകരം ഇവരെന്ത് ചെയ്യും? തങ്ങൾ വാഴുന്ന സമയത്ത് മാക്സിമം ജനത്തിന് പലതും കൊടുക്കും, കിറ്റ് കൊടുക്കും, പല സംഭവങ്ങൾ ജനത്തിന് ഇഷ്ടപ്പെടുന്നത് കൊടുത്ത് ഒരിക്കലും മറ്റേ പാർട്ടി വരുന്നതിനെ ഇവർ തടഞ്ഞുകൊണ്ടേയിരിക്കും. അത് മനുഷ്യതലത്തിൽ. ഇതേപോലെ തന്നെയാണ് ആത്മതലത്തിൽ. ഇവിടെ ദൈവത്തിന്റെ ഗവൺമെന്റ് വരിക. ദൈവത്തിന്റെ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റ് വാഴുന്നത് ദൈവപുത്രനായ ക്രിസ്തു ആയിരിക്കും. ഇതാണ് യേശയ്യാ 9:6 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, ആദ്യ നിത്യപിതാവ് എന്നവൻ പേർ വിളിക്കപ്പെടും. ആധിപത്യം, ഗവൺമെന്റ് അവന്റെ തോളിലിരിക്കും. ഈ ഗവൺമെന്റ്, ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വാഴാൻ പോകുന്നത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. ദൈവം അവനെ അതിനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ദൈവപുത്രന്റെ കീഴിലുള്ള ഭരണാധികാരികളായി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മളോട് പറയുന്നത്, നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കണം. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിവില്ലാത്ത വിസിറ്റേഴ്സിനെ കാണാമായിരുന്നു. ആരെയായിരുന്നു നിങ്ങൾ കണ്ടത്? ഇതുവരെയും കാണാത്ത ആളുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നല്ലോ. സ്ഥാനാർത്ഥികൾ അല്ലേ? എന്തിനാ അവർ വീട്ടിൽ വന്നേ? അവരുടെ ഇലക്ഷൻ ഉറപ്പാക്കാൻ അല്ലേ? അവരുടെ ഇലക്ഷൻ ഉറപ്പാക്കാനല്ലേ വന്നേ? ചേച്ചി, ചേട്ടാ എന്നൊക്കെ വിളിച്ചു ചിരിക്കുന്ന മുഖത്തോടുകൂടെ ഒരു വന്നു ഇല്ലേ? നമ്മുടെ ചിഹ്നം ഇതാട്ടോ, മറന്നു പോകരുതേ.
എന്നൊക്കെ പറഞ്ഞ് പല ഓഫറിൻ്റെ നോട്ടീസുകളൊക്കെ അവർ നിങ്ങൾക്ക് തന്നു. അവരുടെ ഇലക്ഷൻ ഉറപ്പാക്കുകയാണ്. എത്ര നാളത്തേക്കാ? മാക്സിമം 5 വർഷം ഒരു മെമ്പറായിരിക്കാൻ അവരുടെ ഇലക്ഷൻ ഉറപ്പാക്കുകയാണ്. അത് കഴിഞ്ഞാലില്ല. ഇതേപോലെ ദൈവത്തിന്റെ വചനം പറയാം, നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. നിന്നെ വിളിച്ചിരിക്കുകയാണ്. ആരായി? ദൈവത്തിന്റെ മകനായി, ഭൂമിയുടെ രാജാവായി. 5 വർഷം കൊണ്ട് ഇറങ്ങി കൊടുക്കൊന്നും വേണ്ട. നിത്യ നീ അവിടെയാ. ദൈവത്തിന്റെ മകനായി, സ്വർഗത്തിന്റെ പൗരനായി, ദൈവഭവനക്കാരനായി നിന്നെ വിളിച്ചിരിക്കുക. അതുകൊണ്ടാ പറഞ്ഞത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അതിന്റെ തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. ഗവൺമെന്റിലേക്ക് നിന്നെ വിളിച്ചെങ്കിൽ നീ നിന്നെ ഉറപ്പാക്കണം. ആ വിളി, അതിനുവേണ്ടി അവർ അധ്വാനിക്കുകയായിരുന്നു, ഓടുകയായിരുന്നു. വീടാന്തരം കയറി ഇറങ്ങുന്നു. എനിക്ക് വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്യണം. ഹല്ലേലൂയ. പക്ഷെ ഇവിടുത്തെ ഇലക്ഷൻ നേരെ തിരിച്ചാ. മനുഷ്യർ വോട്ട് ചെയ്തെങ്കിലേ നമുക്ക് ഈ ഭൂമിയിലെ ഗവൺമെന്റ് കയറാൻ പറ്റൂ. എന്നാൽ ഇത് ദൈവരാജ്യമായതുകൊണ്ട് മനുഷ്യന്റെ ഒരു വോട്ടും വേണ്ട. ഇവിടെ വേണ്ടത് മുഴുവൻ ദൈവത്തിന്റെ വോട്ടാ. മനസ്സിലായോ? ദൈവം വോട്ട് ചെയ്തില്ല എങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു നമ്മളെ തുപ്പിക്കളയും. കാരണം നമ്മൾ ദൈവരാജ്യത്തിന്റെ ഭരണകൂടത്തിലാണ് കയറാൻ പോണേ. ഇത് ജനാധിപത്യമല്ല, ജനം തെരഞ്ഞെടുക്കാൻ. ഇത് ദൈവാധിപത്യമാണ്. അതുകൊണ്ട് ദൈവം, രാജാവ് നമ്മളെ തെരഞ്ഞെടുക്കണം. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, അതായത് ഇത് ജനാധിപത്യമല്ല എന്ന്, ഇത് കിങ്ഡമാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. മനസ്സിലായോ? യോഹന്നാൻ 15-ാം അധ്യായം 16-ാം വാക്യമാണ് ഞാൻ ചിന്തിക്കുക. അവിടെ പറയാണ് ജനാധിപത്യവും കിങ്ഡവും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യത്തിൽ ജനമാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. കിങ്ഡത്തിൽ രാജാവാണ് പ്രജകളെ തെരഞ്ഞെടുക്കുന്നത്. വായിച്ചേ. 15:16 യോഹന്നാൻ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. മനസ്സിലായോ? ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അപ്പോ ആ തെരഞ്ഞെടുപ്പില്ലെങ്കിലോ? അപ്പൊ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് ആരാ? നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് ചെന്നപ്പോ അവിടെ പല ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ നോക്കി എന്നിട്ട് നമ്മളാണ് അതിൽ കയറി ഞെക്കിയത്, അല്ലേ? ഏതിൽ വേണോ ഞെക്കി കൊടുത്തേ. അപ്പൊ നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഞെക്കണത് ആരാ? ഇവിടെ ഞെക്കുന്നത് ദൈവമാണ്. മനസ്സിലായോ? ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ. ക്രിസ്തു പറയാണ്, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തേ. ഇനി ശ്രദ്ധിക്കുക, ക്രിസ്തു തെരഞ്ഞെടുക്കണമെങ്കിൽ ആദ്യം ക്രിസ്തുവിന്റെ അടുക്കൽ ഇവരെ ആര് കൊണ്ടുവരണം? യോഹന്നാൻ 6 പറയാണ്, 6:44 ചിന്തിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പൊ ആദ്യം ആര് വോട്ട് ചെയ്യണം? പിതാവ് വോട്ട് ചെയ്യണം. മനസ്സിലായോ? പിതാവ് തെരഞ്ഞെടുക്കണം, പിതാവ് കുത്തണം. നമ്മൾ ആ പോളിംഗ് ബൂത്തിലെ റെഡ് ബട്ടണിൽ കുത്തിയതുപോലെ പിതാവ് കുത്തണം. ശാരദ ടിക്ക്, ജോണി ടിക്ക്, ജോസഫ് ടിക്ക്, മോളിക്കുട്ടി ടിക്ക്. പിതാവ് തെരഞ്ഞെടുത്താൽ അവർക്ക് പുത്രന്റെ അടുക്കലെത്താം. അപ്പൊ പുത്രൻ, അവരെയാണ് പുത്രൻ വിളിക്കുന്നത്, തെരഞ്ഞെടുക്കുന്നത്. വായിച്ചെടുത്തെങ്കിൽ 6:44 യോഹന്നാൻ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. മനസ്സിലായോ എന്റെ പൊന്നുമക്കളെ? അപ്പൊ ആദ്യം ആരെ വോട്ട് ചെയ്യണം? പിതാവ് വോട്ട് ചെയ്യണം. ആ വോട്ടെന്ന് പറഞ്ഞത് ബൈബിളിൽ വോട്ടൊന്നുമില്ല, നമ്മുടെ ഭാഷക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ. എന്നെ അയച്ച പിതാവ്. അപ്പൊ തന്റെ മുകളിൽ ആരുണ്ട്? ഒരപ്പനുണ്ട്. അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. അപ്പൊ ആദ്യം പിതാവ് ആകർഷിക്കണം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പിതാവ് വോട്ട് ചെയ്യണം. ഇത് മനുഷ്യനൊന്നും വോട്ട് ചെയ്യില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്തോ അവൻ റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിതാവ് ആകർഷിക്കണം. അവരെയാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. മൊത്തം കിങ്ഡമാണ്, ദൈവരാജ്യം. അപ്പൊ ഇത് വ്യക്തമായിട്ട് ഓർമ്മ. അങ്ങനെ ദൈവത്തിന്റെ മഹാകൃപ ലഭിച്ചവരാണ് നമ്മൾ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രവൃത്തി ഒന്നും കാരണമല്ല. 2 തിമോത്തി പറഞ്ഞില്ലേ, 1:9 പറഞ്ഞില്ലേ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മളുടെ പ്രവൃത്തികളൊന്നും കൊണ്ട്
അല്ല, പകരം ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് തന്നെ 2 ഗ്രൂപ്പുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, ഹല്ലേലൂയ. ഇതാ കർത്താവ് യേശു പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു, അവർക്കോ അത് കിട്ടിയിട്ടില്ല. പുറമേയുള്ളവർക്ക് ഇതെല്ലാം ഉപമകളായി പറയുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും ഹൃദയം കൊണ്ട് തിരിയാതിരിക്കേണ്ടതിനാണ് ഞാൻ ഉപമകളായി പറയുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളാ. ഹല്ലേലൂയ. ഈ 2 പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടികളെ തിരിച്ചറിയണം. സ്പിരിച്വൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. യേശുക്രിസ്തു പറഞ്ഞത് മുഴുവൻ, ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത് മുഴുവൻ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാ. പക്ഷെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നമ്മൾ, അതായത് രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ പുരോഹിത വർഗത്തിന്റെ ഒരല്പം ആരാധനയും കാര്യങ്ങളൊക്കെ നോക്കിയെന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ രാജകീയ മണ്ഡലം നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ടി പിതാവ് നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ല അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് കിങ്ഡം തരാൻ, ഭരണം നിങ്ങളുടെ കയ്യിൽ തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഹല്ലേലൂയ. അവസാനം നമ്മളോട് പറയുകയാണ്, രാജാവ് തന്റെ വലത്തുള്ളവരോട് പറയുകയാണ്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവേൻ. ഭരണം കയ്യിലെടുക്കാനാ പറയണേ. ദാനിയേൽ 7:18 പറയുകയാണ്, അത്യുന്നതന്റെ വിശുദ്ധന്മാർ എന്നേക്കും രാജത്വം പ്രാപിച്ച് ഈ ഭൂമിയുടെ ഭരണം കയ്യിലെടുക്കും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിശാചും കൂട്ടരും അതിനെക്കുറിച്ച് മിണ്ടിപ്പിക്കുന്നില്ല. അവൻ നമ്മുടെ തലയിലേക്ക് വരുന്നതേ ഇല്ല. വായിച്ചു പോയാലും ഞാൻ 7:18 വായിച്ചേ. നീ ആരാണ്? ഭരണം കയ്യിലെടുക്കേണ്ട ആളായിരിക്കണേ. വായിക്കേ. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച്. എന്നാ പ്രാപിക്കും? രാജത്വം. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ അല്ലാണ്ട് എന്നേക്ക് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട കൾച്ചറാണ്. ഇവിടെ പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. 5 വർഷവും 3 വർഷവും 10 വർഷവും ഒന്നും അല്ല, എന്നേക്ക് സദാകാലം. കാരണം അവർക്ക് മരണമില്ല. എന്നേക്ക് സദാകാലവും അവർ കിങ്ഡം ഏറ്റെടുക്കും, രാജത്വം ഏറ്റെടുക്കും, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. അവരെ അതിനുവേണ്ടിയാ ദൈവം ഉണ്ടാക്കിയത് പോലും. ഹല്ലേലൂയ. ഇതല്ലേ യേശു പറയണേ. ഇത് തന്നെയല്ലേ യേശു പറയണേ. ലൂക്കോസ് 12:32 ഇത് തന്നെയല്ലേ യേശു പറയണേ. നീ ഭരണം ഏറ്റെടുക്കണം, അതിനുവേണ്ടിയാ നിന്റെ പിതാവ് നിയമിച്ചാക്കിയേക്കണേ. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ അതിനുവേണ്ടി നിയമിച്ചാക്കിയേക്കണേ. വായിച്ചേ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അടുത്ത ഭരണാധികാരികളാ നമ്മള്. കേട്ടോ യേശു പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അടുത്ത രാജാവായിരിക്കണേ പാസ്റ്ററെ. അടുത്ത രാജാവാ. യേശുവിനോട് രാജ്യം വാഴേണ്ടതാ ജോലി. അടുത്ത രാജാവായിരിക്കണേ. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയ, ആരാ നിങ്ങള്? ദൈവത്തിന്റെ മകനായ രാജാക്കന്മാരാ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ അടുത്ത ഫേസ്. ശരീരത്തിലിരിക്കുമ്പോഴല്ല, ശരീരം വിട്ടു കഴിഞ്ഞാൽ, ജയം പ്രാപിച്ചാൽ അതനുസരിച്ചിട്ടാണ് നാം ആയിത്തീർന്നത്. ഇതാ യേശു പറയുന്നത്, ചെറിയ ആട്ടുകൂട്ടമേ, കാര്യം നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, ഭയമൊന്നും പെടണ്ട. നിങ്ങളുടെ പിതാവ് രാജത്വം, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആരാ പറയണേ? യേശുവാ പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ആവർത്തിക്കണ്ടേ? ഇത് ആവർത്തിക്കണ്ടേ? സ്വർഗത്തിൽ പാടുന്ന പാട്ടെന്താ? നമ്മൾ പാടിയ പാട്ടില് അത് തന്നെ, ഇത് തന്നെയല്ലേ അവരും പാടുന്നേ? ഇല്ല, ഇത് തന്നെയല്ലേ അവരും പാടുന്നേ? അവിടെ പറയാണ്, സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ടു ഞങ്ങൾ കേട്ടേ, ഭൂമിയിൽ അതേ പാട്ട് ഏറ്റു ഞങ്ങൾ പാടും. അതേ പാട്ട് ഏറ്റു ഞങ്ങൾ പാടും. സ്വർഗപിതാവിനായി ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയേ, ആക്കിയേ ഞങ്ങളെ രാജാ പുരോഹിതരായി. മനസ്സിലായോ? രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നമ്മളെ ആക്കി. വാഴുന്നു മക്കൾ നാം ഭൂമി ദൈവത്തിനായി. ഇതല്ലേ സ്വർഗത്തിൽ പാടുന്ന പാട്ട്? സ്വർഗത്തിലെ കൊയറ് പാടുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് പാടാത്തെ? നമ്മളാകെ നമ്മൾ പാടിയ പാട്ട് അനവസ്ത്രാതി സർവ നന്മകൾ അല്ലേ? നമ്മളെ ജഡത്തിൽ പിടിച്ച് പൂട്ടിയില്ലേ? ജഡത്തിൽ പൂട്ടിയില്ലേ? ആത്മാവിലെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പറയുന്നുമില്ല, പറയപ്പെടാൻ ഈ രാഷ്ട്രീയ പാർട്ടിയെ സമ്മതിക്കുന്നില്ല. നമ്മുടെ ബുദ്ധി അങ്ങ് മരപ്പിച്ച് കളഞ്ഞു, മന്ദീഭവിച്ചു. ഇതാണ് 2 Corinthians 4:4 പറയുന്നത്, ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് യേശുക്രിസ്തു പറഞ്ഞ തേജസ്സുള്ള സുവിശേഷം മനുഷ്യൻ അറിയാതിരിപ്പാൻ മനുഷ്യന്റെ മനസ്സുകളെ ലോകം എന്ന ആ തലമിട്ടങ്ങ് കുരുടാക്കി കളഞ്ഞു. ഇവരെ അറിയുന്നില്ല ഈ സംഭവങ്ങളൊന്നും.
ഇവരുടെ അപ്പൻ ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണ ഒന്നും അറിയുന്നില്ല. വായിച്ച സെങ്കോറിന് 4:4. പലരും ചോദിക്കുന്നു ഈ സംഭവം എന്തുകൊണ്ടാണ് ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും ഇല്ലാത്തതെന്ന്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളവരൊന്ന് ശ്രദ്ധിച്ചോ, നിങ്ങൾ ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, ദൈവരാജ്യം എന്ന സംഭവം പഠിച്ചിട്ടുണ്ടാവില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസ്റ്റൽ, സഭാചരിത്രം, പ്രസംഗശാസ്ത്രം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം അവിടെ കാണത്തില്ല. ഹല്ലേലൂയ. ഞാനൊക്കെ പഠിച്ചപ്പോൾ ആകപ്പാടെ പഠിച്ചത്, സിലബസിൽ ഇല്ലെന്ന് മാത്രമല്ല, ആകപ്പാടെ പഠിച്ചത് ദൈവരാജ്യവും സ്വർഗരാജ്യം നമ്മളെ വ്യത്യാസമാണ് പഠിച്ചത്. അത് പഠിച്ചതോടുകൂടെ ഉള്ള ജ്ഞാനം കൂടി പോയി, ആകെ കുഴപ്പമായി. ശരിക്കും പറഞ്ഞാൽ ഈ ദൈവരാജ്യം തന്നെയാണ് സ്വർഗരാജ്യം, സ്വർഗരാജ്യം തന്നെയാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അതും കൺഫ്യൂഷൻ ആക്കിയിട്ട് പഠിപ്പിച്ചു. വായിച്ചേ നമ്മൾ ഈ പറഞ്ഞ വചനം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. ദൈവപ്രതിമയായ, അതായത് ദൈവ സാദൃശ്യമായ, 2 Corinthians 4:4. എന്തുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തതെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ പാർട്ടി മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ, അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഇതൊരെണ്ണം അറിയരുത്. ദൈവം ഭൂമിയുടെ ഭരണം, ഉടമസ്ഥൻ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളത് ഒരുത്തനും അറിയരുത്. ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവമാണ് പിശാച്. മനസ്സിലായി? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, ആ മനുഷ്യരുടെ മനസ്സ് കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുക. ഈ സംഭവം എന്താന്ന് അവർക്ക് അറിയത്തില്ല, മനുഷ്യനെ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇത് അറിഞ്ഞാൽ പോലും വീണ്ടും ഒന്ന് ചിന്തിക്കാൻ അവന് പറ്റുന്നില്ല. അതേപോലെ അവന്റെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞിരിക്കുക. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഭൂമിയിൽ ജഡത്തിൽ അല്പസമയമേ ഉള്ളൂ നമ്മുടെ സോളിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കാൻ. ക്രിസ്തുവിലൂടെയാണ് ഇൻവിറ്റേഷൻ. നമ്മുടെ ജീവിതം ആരംഭം ക്രിസ്തുവിലാണ്, നമ്മളുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ പൂർണ്ണത ക്രിസ്തുവിലാണ്. അതിലൂടെ നമ്മൾ എത്തിച്ചേർന്നത് സ്വർഗീയ പിതാവിലാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണ് നമ്മളെ ദൈവത്തിന്റെ വീട്ടുകാരാകാൻ വിളിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇതുകൊണ്ട് എഫേസ്യർ 2:19, ഹെബ്രായർ 3:6 ഒക്കെ പറയുന്നത് നാം ദൈവത്തിന്റെ വീട്ടുകാരാ. ഇത് മനുഷ്യന്റെ വീട്ടുകാരാ. പക്ഷേ ആത്മാവിലേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ നാം ദൈവത്തിന്റെ വീട്ടുകാരാണ്, ദൈവത്തിന്റെ മക്കളാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് അവർക്ക് ഇരട്ട പൗരത്വം ഉള്ളത്. ഒന്ന് ഭൂമിയിലെ പൗരത്വമുണ്ട്, സ്വർഗത്തിലെ പൗരത്വമുണ്ട്. ഹല്ലേലൂയ. ഇനി ഭൂമിയിലെ പൗരത്വം അധികം നേരം ഉണ്ടാകുമോ? ഇല്ല. ശരീരം വിട്ടതോടെ ഭൂമിയിലെ പൗരത്വം കട്ട്. അപ്പോൾ സ്വർഗത്തിലെ പൗരത്വം കണ്ടിന്യൂ ചെയ്യാം. ഹല്ലേലൂയ. തിരിച്ചറിയണം, നമ്മൾ റിലം മാറി ചവിട്ടണം. ഭൂമി ജഡമാണ്, സ്വർഗം ആത്മമണ്ഡലമാണ്. ഹല്ലേലൂയ. വായിച്ചേ എഫേസ്യർ 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. പറഞ്ഞേ, ദൈവത്തിന്റെ ഭവനക്കാരനാ ഞാൻ, ദൈവത്തിന്റെ വീട്ടുകാരനാ ഞാൻ എന്ന് പറഞ്ഞ, ദൈവത്തിന്റെ വീട്ടുകാരനാ ഞാൻ. ഇവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞ് ശീലിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ബോധ്യം വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് അകത്തുനിന്ന് വരണം, ഇത് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ, ദൈവത്തിന്റെ മകനാ. വചനം പറയുന്നു ദൈവത്തിന്റെ അവകാശിയാ. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാ. അകത്തുനിന്ന് വരണം ഇത്. ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ. ഭവനത്തിൽ ആരാണ്? ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ഇത് അകത്തുനിന്ന് നമുക്ക് വരണം. ഈ ശരീരം ഇപ്പൊ തന്നെ പോകുന്നേ. ഇത് മനുഷ്യൻ ശരീരം ഭൂമിയിൽ മനുഷ്യരുമായുള്ള ബന്ധത്തിലാണ്. ഇതിപ്പോ എങ്ങ് പോകും. നമുക്ക് ശരീരം മാറി സ്പിരിറ്റ് കൺട്രോൾഡ് ബോഡി കിട്ടും. സ്പിരിറ്റ് കൺട്രോൾഡ് ഫിസിക്കൽ ബോഡിയിലേക്ക് വരും. അപ്രത്യക്ഷമാണെങ്കിൽ അപ്രത്യക്ഷമാകാം, പ്രത്യക്ഷമാണെങ്കിൽ പ്രത്യക്ഷമാകാം, നമ്മുടെ സൗകര്യം പോലെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ലെവൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷമുള്ള ബോഡി പോലെ അപ്രത്യക്ഷമാണെങ്കിൽ അപ്രത്യക്ഷമാകാം, പ്രത്യക്ഷമാണെങ്കിൽ പ്രത്യക്ഷമാകാം. സ്പിരിറ്റ് കൺട്രോളാണ്, അല്ലാണ്ട് ബ്ലഡ് കൺട്രോളല്ല, സ്പിരിറ്റ് കൺട്രോൾ ഫിസിക്കൽ ബോഡി. നമുക്ക് അതിലേക്ക് വരും. അപ്പോൾ ഇവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത്, നാം ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വർഗീയ ഭവനക്കാരുമാണ്, ദൈവത്തിന്റെ വീട്ടുകാരാണ്, ദൈവത്തിന്റെ ഭവനക്കാരാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ, നീ ഏത് വീട്ടുകാരനാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയായിരുന്നു? നമ്മുടെ ഭൂമിയിലെ വീട്ടുപേര്. പാലത്തിങ്കൽ ഫാമിലി, പകലോമറ്റം ഫാമിലി, വെമ്പനാട്ട് ഫാമിലി, അല്ലേ? ഇപ്പൊ കുടുംബം മാറി. പാലത്തിങ്കലും പകലോമറ്റവും വെമ്പനാട്ടും നിങ്ങളുടെ വീട്ടുപേരിട്ടോ, അതൊക്കെ സെമിത്തേരി കൊണ്ട് തീരും. പക്ഷേ ദൈവത്തിന്റെ കുടുംബം സെമിത്തേരി കൊണ്ട് തീരില്ല, ഒരിക്കലും തീരില്ല.
യോഹന്നാൻ പറയുന്നു, നാം ദൈവത്തിൻ്റെ വീട്ടുകാരാ. സന്തോഷമുണ്ടോ? ജോലിക്ക് സന്തോഷമുണ്ടോ? ദൈവത്തിൻ്റെ വീട്ടുകാരനാ, ദൈവത്തിൻ്റെ വീട്ടുകാരൻ. ഹല്ലേലൂയ. അത് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ വീട്ടുകാരനാന്ന് പറഞ്ഞേ. ഓൺലൈനിലായിരിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ വീട്ടുകാരനാ. ഹല്ലേലൂയ. ഇത് വിശ്വാസമായി മാറണം. ഇതിപ്പോ നിങ്ങൾ നല്ലൊരു പങ്കും പറയുമ്പോൾ ഇതിന് വാല്യൂ ഇല്ല. വളരെ കുറച്ച് വാല്യൂ ചിലർക്കുള്ളൂ. ചിലത് പൊട്ടച്ചൊല്ല് പോലെ പറഞ്ഞാ, പാസ്റ്റർ പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഏതിൻ്റെ വീട്ടുകാരനാ, ഒരു വിലയില്ല. ചിലരങ്ങനല്ല, കുറച്ചൊക്കെ അറിഞ്ഞിട്ടാ പറഞ്ഞ്, ദൈവത്തിൻ്റെ വീട്ടുകാരനാ. അപ്പോൾ ഇച്ചിരി വാല്യൂ കിട്ടി, ഇച്ചിരി വാല്യൂ ആയി. എല്ലാം പേപ്പർ കഷ്ണോ, പക്ഷേ അതിൽ പ്രിന്റ് കേൾക്കണ 1 രൂപ നോട്ട്, 2 രൂപ നോട്ട്, 10 രൂപ നോട്ട്, 20 രൂപ, 100, 500 എന്ന് പറയും. വാല്യൂ കൂടുന്നത് പോലെ നമ്മുടെ വാക്കുകൾക്ക് വാല്യൂ കൂടും. മനസ്സിലായോ? ആ വാല്യൂ കൂടുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വാല്യൂ കൂടുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചില കേട്ടിട്ടില്ലേ, ചിലത് ഒരു പ്രാവശ്യം പറഞ്ഞ് നടക്കും. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ 500 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾക്കൊരു സാധനം മേടിക്കണം. ആ സാധനത്തിൻ്റെ വില 490 രൂപയാണ്. നിങ്ങൾ ആ പൈസ കൊടുത്തു, കാര്യം നടന്നു, 10 രൂപ ബാലൻസും തന്നു. ചിലപ്പോൾ ഹോട്ടലാണെങ്കിൽ നിങ്ങൾ പറയും, ഓക്കെ നീ എടുത്തോ, കയ്യിൽ വെച്ചോളാം. ഇനി ശ്രദ്ധിച്ചേ, അതിന് പകരം നിങ്ങൾ 490 പറഞ്ഞു, നിങ്ങളൊരു 10 രൂപ കൊടുത്തു. അയാൾ എന്ത് ചെയ്യും? വീണ്ടും നിങ്ങളൊരു 10 രൂപ കൊടുത്തു. അപ്പൊ അയാൾ എന്നാ ചെയ്യും? ഇങ്ങനെ കാണിക്കും അല്ലേ? പോരാ, വീണ്ടും 10 രൂപ കൊടുത്തു. അപ്പൊ അയാൾ എന്ത് ചെയ്യും? വീണ്ടും കാണിക്കും. അങ്ങനെ കൊടുത്ത് നിങ്ങൾ പലതും പറഞ്ഞിട്ട് നടക്കുന്നില്ലല്ലോ. എന്താ കാര്യം? അതിന് വാല്യൂ കുറവാണ്. ഈ വാക്കിന് വാല്യൂ കുറവാ. വാക്കിന് വാല്യൂ കുറവാ. സ്പിരിച്വൽ വെയിറ്റേജ് കുറവാ. അതുകൊണ്ടാണ് വീണ്ടും കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ 10 കൊടുത്ത് 49 പ്രാവശ്യം കൊടുക്കുമ്പോൾ അവർ പറയാം, ഓക്കെ കാര്യം എന്നാ അർത്ഥം കിട്ടിയാ. ഇതേപോലെയാണ് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര വിലയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അതിന് വെയിറ്റേജ് ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. അതാണ് കർത്താവ് പറയുന്നത്. അതിന് കൊടുക്കുന്നത് എങ്ങനെയാ? അകത്തുനിന്ന് ദൈവത്തിന്റെ വചനം കേട്ട് നീ അത് വിശ്വസിക്കണം. നീ വിശ്വസിച്ച് പറയുമ്പോഴാണ് അതിന്റെ വെയിറ്റേജ് വരുന്നത്. അല്ലാണ്ട് ചുമ്മാ നീ പറഞ്ഞാൽ അത് പൊട്ടച്ചൊല്ലും കളിവാക്കൊക്കെ ആയിട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. വളവ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് എവിടെ നിന്ന് കേൾക്കണമെന്നറിയാമോ? ഇവിടെ നിന്ന് കേൾക്കണം, ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കണം. ഇവിടെ നിന്ന് കേട്ടിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം മൈനസ് ചെയ്ത് കളയും. ഭൂമിയിൽ നിന്ന് കേൾക്കുമ്പോൾ വിശ്വാസം മൈനസ് ചെയ്ത് കളയും. സ്വർഗത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ടാൽ അത് വിശ്വാസം പണിയപ്പെടും. ഇതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ചാക്കോച്ചന്റെ വചനത്താലും വരുന്നതല്ല, ദൈവത്തിന്റെ മനുഷ്യന്റെ വാക്കുകളല്ല. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നേ. ചാക്കോച്ചന്റെ മേരുകുട്ടിയുടെ കേൾക്കുമ്പോൾ ഉള്ളത് കൂടി പോവും. മനസ്സിലാവുന്നുണ്ടോ? അധികം ഭൂമിയിൽ നിന്ന് കേൾക്കാതിരിക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക. അവിടെയാണ് നാം എംപവർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ നാം ദൈവത്തിന്റെ ഭവനക്കാരാ. അതുകൊണ്ട് ഇനി ദൈവത്തിൽ നിന്ന് കേൾക്കണം. ഇതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ഇതാ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടിയാ. അവിടെ കണ്ടതും കേട്ടതും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അപ്പൊ അവിടെ കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. അവിടെ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ അകത്ത് വിശ്വാസമായി അങ്ങ് മാറും. ഭയങ്കര സ്പിരിച്വൽ വെയിറ്റേജ് ആണ് അതിന്. അത് നാം കൊടുക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തപ്പെടാനായിട്ടിടയാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്പിരിച്വൽ വെയിറ്റേജ് ഉള്ള മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കാമോ? നിങ്ങളുടെ അകത്തേക്ക് വരുന്ന ആ കേൾക്കുന്ന വചനങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും വെയിറ്റേജ്. അതിലൂടെ ജീവൻ കൂടുതലായിരിക്കും. ആ വാക്കുകളുടെ ഉള്ളിൽ ജീവനുണ്ട്, വചനത്തിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ഇതാ യേശുക്രിസ്തു യോഹന്നാൻ 6:61 പറയുന്നത്, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനും ആവുന്നു. മറ്റത് പൊട്ടച്ചൊല്ല, മനുഷ്യർ പറയുന്ന പൊട്ടച്ചൊല്ലുകളാ. പക്ഷെ യേശു പറയാണ്, ഞാൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ഉണ്ട്. അതിലാണ് ദൈവാത്മാവ് വരുന്നത്. വെയിറ്റ് ഉണ്ട് അതിന്. 6:61 വായിച്ചേ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കണ്ടോ? അല്ലാണ്ട് ഇത് പള്ളിമണി അടിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പള്ളിമണി അടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എങ്ങനെയാത്? അതിൽ സ്വരം മാത്രമേ ഉള്ളൂ, ഒരു ജീവനും ഇല്ല, ഒന്നുമില്ല, സ്വരമേ ഉള്ളൂ, ഇല്ലേ? ഇതേപോലെ നമ്മുടെ പല വാക്കുകളും ചുമ്മാ പൊട്ടത്തല്ല. പക്ഷെ യേശു പറയണേ, എൻ്റെ വാക്കുകൾ അങ്ങനെയല്ല, അതിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. അപ്പൊ ഈ വാക്കിൽ കയറിയാണ് ആത്മാവ് യാത്ര ചെയ്യുന്നത്. അതിനുള്ളിൽ ജീവനുണ്ട്. വെയിറ്റേജ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഇതേപോലെ ആകണം.
അങ്ങനെ വാക്കുകളാണെങ്കിൽ ഈ വട്ടം കൂടി എന്നുള്ള വട്ടമേശ പരിപാടികളൊക്കെ നിർത്തണം. കള്ളച്ചൊല്ലും പൊട്ടച്ചൊല്ലും വട്ടച്ചൊല്ലൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ നിർത്തിയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ നിന്റെ വായ് എൻ്റെ വായു പോലെ ഇരിക്കും. പ്രവാചക പുസ്തകത്തിലൊരു വാക്യാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ നമ്മുടെ വാക്കുകൾക്ക് ദൈവത്തിന്റെ വാക്കുകളെ പോലെ വെയിറ്റേജ് ഉണ്ടാകണം. എൻ്റെ സബ്ജക്റ്റ് ഇതൊന്നുമല്ല, പക്ഷേ നിങ്ങൾ പലരും ഇതിൻ്റെതായ വ്യക്താക്കളാവുന്ന മാത്രമല്ല, എനിക്ക് ഇന്നത്തെ ഡെയിലി ബ്രെഡിൻ്റെ ഭാഗവും കൂടി ആയതുകൊണ്ട് അതങ്ങ് കയറി വരികയാണ്. ഇന്നത്തെ എൻ്റെ ഡെയിലി ബ്രെഡാ. ഹല്ലേലൂയ. എനിക്ക് കിട്ടുന്നത് മുഴുവൻ ബൈബിൾ വായിക്കുമ്പോഴല്ല, ഉറങ്ങുമ്പോഴാണ്, നടക്കുമ്പോഴാണ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ വിശുദ്ധ ബൈബിൾ നോക്കിയത് ഉറപ്പിക്കും. ഹല്ലേലൂയ. അക്ഷരത്തിൽ നിന്ന് ആത്മാവിലേക്ക് നമ്മൾ മാറും. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ വചനം എഴുതിയത് മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മൾ വീണ്ടും ജനിച്ചത്. അതുകൊണ്ട് നോക്കിയേ, എൻ്റെ പൊന്നുമക്കളെ കൊണ്ട് നോക്കിയേ, ദേവദാസന്മാരെ നോക്കിയേ, ഈ ഭൂമിയിലാണ് നമ്മളെങ്കിൽ നമുക്ക് അക്ഷരം വേണം. അക്ഷരത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് വിശുദ്ധ ബൈബിളിലെ അക്ഷരങ്ങൾ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ദൈവരാജ്യത്തിലേക്ക് വീണ്ടും ജനിച്ചാൽ അവിടെ നിങ്ങൾക്ക് അക്ഷരം വേണ്ട. അവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ അക്ഷരം എഴുതിയ ആത്മാവാണ്. ഇതുപോലെ വിശുദ്ധ ബൈബിളിൽ അവസാന ഭാഗങ്ങളിലേക്ക് വരും, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പോയി ബൈബിൾ വായിക്കാനല്ല നമ്മളോട് പറയുന്നത്. ആത്മാവ് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായ? അക്ഷരത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറി. അക്ഷരത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജഡത്തിലിരിക്കുന്നവന് അക്ഷരം, ശരീരത്തിലിരിക്കുന്നവന് അക്ഷരം. ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവന് ആത്മാവിനോട് സംസാരിക്കും. ഇതുകൊണ്ടാണ് റോമ 7:6 പറയുന്നത്, ഇനിയും അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കേണ്ടതിന് ഭൂമിയിൽ നിങ്ങൾക്ക് തന്ന ന്യായപ്രമാണത്തിൽ നിങ്ങൾ ഒഴിവുള്ളവരായി. പലരും ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. എടുത്തേക്കൊന്ന് വായിച്ചു. റോമർ 7:6 ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. ന്യായപ്രമാണം വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. പക്ഷെ നമ്മൾ ഇതുവല്ലോ അറിയണ്ടേ? കാരണം ഇതൊന്നും പറഞ്ഞു തരാൻ രാഷ്ട്രീയ പാർട്ടിയെ അനുവദിക്കത്തില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പിടിവള്ളി പൊട്ടിപ്പോകും. കാരണം അവന്റെ കീഴിലാണ് ജനം കിടക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ കീഴിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി, ദൈവത്തിന്റെ മക്കളായി, അവകാശികളായി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ കിട്ടി. ഈ പ്രപഞ്ചത്തിലെ ഇപ്പൊ ആളുകൾ പറയും ട്രംപാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, ബലം മനുഷ്യനൊക്കെ അല്ലേ. നിങ്ങൾ ഒന്നും എന്റെ പൊന്നുമക്കളെ, ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ബലവാനും വലിയവനുമായ വ്യക്തിയുമായി നിങ്ങൾ ഒന്നായി സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിലൂടെ നിങ്ങൾ ഒരു അലയൻസായി മാറുകയായി. ഹല്ലേലൂയ. മരണത്തിന്റെ മുകളിൽ അധികാരമുള്ള അപ്പൻ, ഹല്ലേലൂയ, ആ അപ്പന്റെ മക്കളായി ക്രിസ്തുവോട് ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾ അജയരായി മാറി, വമ്പം ബന്ധമായി മാറി, ആ ഒരു തലത്തിലേക്ക് മാറി. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ച്. ഇതാണ് ക്രിസ്തു ആവർത്തിച്ച് പറയുന്നത്, പിതാവേ ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നായി മാറണം. ദി അലയൻസ്. ഇത് നമ്മൾ തിരിച്ചറിയണം, അതിലേക്ക് കയറണം. നമ്മുടെ പ്രശ്നം, നമ്മൾ ഇന്നും ഭൂമി കിടക്കുക, ജഡത്തിൽ കിടക്കുക. ജഡത്തിലുള്ളവന് അക്ഷരമൊക്കെ വേണ്ടേ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് അക്ഷരം നോക്കാൻ വേണ്ടി പോകണമെന്ന് കണ്ടിട്ടുണ്ടോ? പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2. കാരണം ഞാനൊരു അവയവം മാത്രമേ, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാ, ക്രിസ്തുവിൻ്റെ തല എന്ന് വെച്ചാൽ സ്വർഗസ്ഥ പിതാവാ. അതിനർത്ഥം ഞങ്ങളുടെ ജ്ഞാനം മുഴുവൻ തലേന്നാണ് വരുന്നത്. നിങ്ങളുടെ ജ്ഞാനമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? മോൻ്റെ പേര് ലിബിൻ എന്നല്ലേ? മോൻ്റെ കയ്യിലിരിക്കുന്നത് എന്തുവാ? പേന എഴുതുന്നുണ്ടല്ലോ. ഓ, കൈക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. കൈക്കാണോ ബുദ്ധി? കൈ വെറും അവയവം മാത്രമല്ലേ ഉള്ളൂ, വിരല്. ആർക്കാ ബുദ്ധി? തലയ്ക്കല്ലേ, അല്ലേ? എന്നാൽ ഈ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മളെ അവയവങ്ങളും നമ്മളുടെ സ്വർഗസ്ഥ പിതാവ് നമ്മുടെ തലയുമായി. മനസ്സിലായോ? നമ്മളെ അവയവങ്ങൾ മാത്രം, നമ്മളൊന്നും അറിയണ്ട, നന്മയും അറിയണ്ട, തിന്മയും അറിയണ്ട. നമ്മുടെ അകത്ത് വരുന്ന പറഞ്ഞാൽ മതി, കറക്റ്റ് ആയിരിക്കും സാധനം. കാരണം നമ്മുടെ തല ദൈവമാ. ദൈവത്തിന്റെ ചിന്തകൾ നിറവേറ്റുന്ന അവയവങ്ങൾ മാത്രമാണ് നമ്മൾ സ്വയമേ ഒന്നും ചെയ്യത്തില്ല, തലയിൽ നിന്ന് കേൾക്കുന്നത് മാത്രം പറയും. ഇതാ യേശു പറഞ്ഞു കേട്ടിട്ടുള്ള എക്സാമ്പിൾ. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പിതാവ് എന്ത് പറയുന്നുവോ, തല എന്ത് പറയുന്നുവോ, ശരീരമായി ഞാനത് ചെയ്യുന്നു.
എന്റെ പിതാവെന്ന് കാണിക്കുന്നുവോ ശരീരമായി ഞാനത് കാണിക്കുന്നു. സിമ്പിൾ. ഒരു ഭാരവും ഇല്ല. എല്ലാ ഭാരവും തലയുടെ മുകളിൽ. നമ്മുടെ ഇമ്മീഡിയറ്റ് ഹെഡ് കർത്താവായ യേശുവാണ്. യേശുക്രിസ്തുവിന്റെ തല ദൈവം. ആ സ്ട്രക്ചറൊക്കെ സ്ക്രീനിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സിമ്പിളായി എല്ലാ കാര്യം ക്ലിയറായി. ഇനി നമ്മുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയവന്റെ ജ്ഞാനമാ, ദൈവത്തിന്റെ ജ്ഞാനം. ശലോമോനും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. ശലോമോന് ജ്ഞാനം ഗിഫ്റ്റ് കിട്ടിയതാ. പക്ഷെ നമ്മുടെ ജ്ഞാനം ഗിഫ്റ്റ് അല്ല, നമ്മുടെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇതല്ലേ ഫസ്റ്റ് കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം പറയുന്നത്, അവൻ നമുക്ക്, ക്രിസ്തു നമുക്ക് ദൈവത്തിന് ജ്ഞാനമായി മാറി. ഹല്ലേലൂയ. ഇനി നമ്മുടെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാ. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഫസ്റ്റ് കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ ദൈവത്താൽ ക്രിസ്തു യേശുവിലാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്തു യേശുവാണ് നമ്മുടെ സ്പിരിറ്റ്. ഹല്ലേലൂയ. വായിച്ചേ. ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. മനസ്സിലായോ? ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന്, എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാ, ദൈവത്തിന് ജ്ഞാനമായി. അപ്പൊ നമ്മുടെ ജ്ഞാനം, ക്രിസ്തുവിലുള്ള നമ്മുടെ ജ്ഞാനം ആരുടെ ജ്ഞാനോ? ദൈവത്തിന്റെ ജ്ഞാനം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. നമ്മൾ സിമ്പിൾ നിന്ന് കൊടുത്താൽ മതി. നമ്മളിലേക്ക്, നമ്മുടെ അവയവത്തിലേക്ക് വരും. ഇതാ ലിബിന്റെ കൈ വിരലുകൾ ചുമ്മാ നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ചിന്തകളൊക്കെ എവിടെ നിന്ന് വരുന്നുണ്ട്? തലേന്ന് വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ദൈവരാജ്യക്കാരൻ. ഇതാ കർത്താവ് പറയുന്നത്, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കേ, ദൈവത്തെ നിന്റെ തലയാക്ക്. അതോടുകൂടെ അവയവത്തിന് വേണ്ടതെല്ലാം തല ഒരുക്കുന്നത് പോലെ നിനക്ക് വേണ്ടതെല്ലാം നിന്റെ അപ്പൻ ഒരുക്കിയിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ ചെറുവിരലിന്റെ നഖം വെട്ടിക്കൊടുക്കുന്നതാരാ? ചെറുവിരൽ തന്നെയാണോ? തലയല്ലേ വെട്ടിക്കൊടുക്കണേ? തല അടുത്തതിനോട് കൽപ്പിക്കുക, അടുത്ത കൈയോട് കൽപ്പിക്കും ഇതിന് വെട്ടിക്കൊടുക്കാൻ, അല്ലേ? അപ്പുറത്തെ കൈക്ക് വെട്ടാൻ പോകുമ്പോൾ തല ഇപ്പുറത്തെ കൈയോട് കൽപ്പിക്കും അതിന് വെട്ടിക്കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെയാ എല്ലാം തല ചെയ്തോളൂ. ഹല്ലേലൂയ. അവയവങ്ങളിലൂടെ, അവയവങ്ങൾ മുഖാന്തരം, ശരീരം മുഖാന്തരം. ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത് ആദത്തിൽ, ഈ ഭൂമിയിൽ, റോമ 12:5, ഇത് ഈ ഭൂമിയിൽ നോക്കിയേ. ഈ ഭൂമിയിൽ നമ്മൾ പല കഷ്ണങ്ങളാ, പല മനുഷ്യരാ, പല പല പീസുകളാ, പല കഷ്ണങ്ങൾ പലയിടത്തായി കിടക്കുക, അല്ലേ? എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോ ഈ പല പീസുകളായ നാം എല്ലാം കൂടി ഒരു ശരീരമായി മാറും. അതാണ് ഉയരത്തിൽ ഒറ്റ ശരീരമായി മാറും. സ്ട്രക്ചർ വായിച്ചേ. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. മനസ്സിലായോ? ക്രിസ്തുവിലേക്ക് വരുമ്പോ, ആദത്തിലേക്ക് വരുമ്പോ നമ്മൾ പൊട്ടി 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 പല കഷ്ണങ്ങളായി പോവുകയാണ്. ഓരോരുത്തരും ഓരോ ലോകമായി. ഷാജി ലോകം, ഷീബ ലോകം, തൊമ്മൻ ലോകം, റജി ലോകം, എല്ലാവരും ഓരോരോ ഐലൻഡുകളാ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഐലൻഡാ. പക്ഷെ ക്രിസ്തുവിലേക്ക് വരുമ്പോ ഈ ഐലൻഡുകളൊക്കെ ആയുധം വെച്ച് കീഴടങ്ങി ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറും. ഒറ്റ ശരീരം, വൺ ബോഡി. ആ ബോഡിയുടെ തലയാണ് സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. എല്ലാ ദാനങ്ങളും തികഞ്ഞവരൊക്കെ ഉയരത്തുനിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ താഴേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. എല്ലാ മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും, മനുഷ്യനെ സൂക്ഷിക്കാൻ തുടങ്ങും. കാരണം ഈ മനുഷ്യൻ എല്ലാവരും സൂത്രക്കാരാ, എല്ലാ മനുഷ്യരും സൂത്രക്കാരാ. ഹല്ലേലൂയ. എല്ലാവരും സൂക്ഷിക്കാൻ തുടങ്ങും. ക്രിസ്തുവിനെ, സ്വർഗസ്ഥ പിതാവിനെ വിശ്വസിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതാ യേശുക്രിസ്തു പറയുന്നത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കുക. എന്നിട്ട് പറയണം, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. കാരണം അവർ സൂത്രക്കാരാ. എല്ലാവരും, നമ്മളടക്കം എല്ലാവരും സൂത്രക്കാരാ. താഴെയുള്ളൊക്കെ സൂത്രക്കാരാ. ഈ സൂത്രങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞ്, ഓരോ നിമിഷവും വിട്ടുപിരിഞ്ഞ് നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. എങ്ങനെ? ക്രിസ്തുവെ അനുഗമിക്കുന്നത് വഴി. അപ്പോ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ ദൈവഭവനത്തിലേക്ക് വിളിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചല്ലോ. നല്ല കാര്യം. അതുവഴി നമ്മളെ സ്വർഗീയ ഭവനത്തിലേക്ക് വിളിച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാലേ നാം ദൈവത്തിന്റെ ഭവനമാവുള്ളൂ. മനസ്സിലാക്കിക്കൊള്ളണം. ആദ്യ വിശ്വാസം, ഞാൻ യേശുവിനെ കർത്താവ് ചേർച്ചു, ഞാൻ സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തത്തില്ല. അത് തുടക്കമാണ്. ആ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊള്ളണം. ഇതാണ് ഹെബ്രായർ 3:6 പറയുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമാകും. അല്ലെങ്കിൽ ഇല്ല. വായിച്ചേ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. മനസ്സിലായോ? ഹെബ്രായർ 3:6. ഈ വിശ്വാസം ഉണ്ടല്ലോ, അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമായി മാറും.
അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഇവിടെ വന്നു, രക്ഷിക്കപ്പെട്ടു, ഇതാ ഒക്കെ നല്ല കാര്യമാണ്, അത് വളരെ പ്രശംസനീയമാണ്. പക്ഷേ ദൈവവചനം പറയുന്നു, ഈ വിശ്വാസം അവസാനത്തോളം പിടിച്ചു കൊള്ളണം, വിട്ടുകളയരുത്. വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ തട്ടിക്കളയരുത്, മാറിപ്പോകരുത്. അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭവനമായി തീരും. ദൈവത്തിന്റെ ഭവനത്തിലെ ആരാ? ദൈവത്തിന്റെ മക്കളായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന്റെ അവകാശികളായി തീരും. ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളായി തീരും. ഇതൊന്നും മറക്കരുത്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇതൊന്നും രാഷ്ട്രീയ പാർട്ടി പറയത്തില്ല. ദൈവത്തിന്റെ അവകാശികളാകുമെന്നും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുന്ന ഒന്നും മിണ്ടത്തില്ല. ഇതൊന്നും മിണ്ടത്തില്ല. ഹല്ലേലൂയ. വായിച്ചേ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മക്കളായാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട അവന്റെ നാമത്തിൽ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അധികാരമേ കൊടുത്തിട്ടുള്ളൂ. അത് ആ വിശ്വാസം അവസാനത്തോളം പിടിച്ചാൽ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകനായി കഴിഞ്ഞാൽ ദൈവവചനം പറയുന്നു, മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളും തന്നെ. ഹല്ലേലൂയ, അവകാശികളും തന്നെ. ക്രിസ്തുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും. റോമ 8:17 വായിച്ചു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എന്റെ ബൈബിളിന് തെറ്റിപ്പോയതാണോ? തെറ്റിപ്പോയതൊന്നും അല്ല. അത്ര വലിയ സ്നേഹമാണ് തരുന്നത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമാണ് ഞാനും നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഒന്നും വന്നതല്ല, അങ്ങനെ തന്നെയാണ്. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് കൂട്ടവകാശികളായി മാറിയത്? സിസ്റ്റർ എവിടെന്നാ വന്നേ? തിരുവനന്തപുരം അല്ലേ? പേരെന്താ? മഞ്ജു അല്ലേ? എന്തുകൊണ്ടായിരിക്കും മഞ്ജു ക്രിസ്തുവിന് കൂട്ടവകാശികളായി പോയേ? മഞ്ജുവിന് സഹോദരന്മാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എത്ര മക്കളാ നിങ്ങള്? 3 പേര്. മൂത്തതാണോ മഞ്ജു? ഏറ്റവും ഇളയതാ? മൂത്തത് ആരൊക്കെയാ? ചേട്ടനും ചേച്ചി അല്ലേ? അപ്പൊ ആദ്യം ചേട്ടനും ഉണ്ടായേ, ചേച്ചി ഉണ്ടായി അല്ലേ? ഇതാ ശ്രദ്ധിച്ചേ, സഹോദരിമാരുടെ കാര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ട് നിങ്ങളിപ്പോൾ 3 പേരും ആൺമക്കളാണെന്ന് ചിന്തിച്ചോ. അപ്പോൾ ആദ്യം ഉണ്ടായ ആളാണ് കുടുംബത്തിലെ ഏകജാതൻ അവകാശി അല്ലേ? സത്യമല്ലേ? ഇനി അയാളാണ് അതിലുള്ള എല്ലാത്തിലും അവകാശി. ഇനി രണ്ടാമതൊരാൾ ജനിക്കുമ്പോൾ ആദ്യ ആൾ എന്തായി മാറും? ഏകജാതൻ എന്തായി മാറും? ആദ്യജാതനായി മാറും. ശരിയാണോ? അവകാശം എന്തു പറ്റും? ഈ ഏകജാതന്റെ അവകാശം എന്തു പറ്റും? പങ്കിടേണ്ടി വരൂലേ? ഇല്ലേ? വീണ്ടും ഒരാൾ കൂടി ജനിച്ചപ്പോഴോ, മൂന്നാമതായി സഹോദരിയോട് ജനിച്ചു, എന്തു പറ്റി? വീണ്ടും പങ്കിടണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ആദ്യജാതന് കൂട്ടവകാശികളായി, ഏകജാതന് കൂട്ടവകാശികളായി മാറുന്നു, ഏകജാതന് ആദ്യജാതനായി മാറുന്നു. ഇതേപോലെ തന്നെ ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. റോമ 8:29 തൻ്റെ പുത്രനായ ക്രിസ്തു, ഏകജാതനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിനായിട്ടില്ല, ആകേണ്ടതിന്. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. ആകേണ്ടതിന്. എൻ്റെ ഗ്രാമർ നോക്കി. ആകേണ്ടതിന്. ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ നിയമനം. യഹോവ പണിതിരിക്കുന്നത് അവിടെയാ. അവിടെ പണിക്കാർ പണിതാൽ ഫലമുണ്ട്, അല്ലാതെ പണിതാൽ ചുമ്മാ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയിട്ട് പോകാന്നേ ഉള്ളൂ. ഹല്ലേലൂയ. വായിച്ചേ റോമ 8:29. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. മനസ്സിലായി? അനേക സഹോദരന്മാരിൽ എന്താകണം? ആദ്യജാതനാകേണ്ടതിന്. അപ്പൊ ക്രിസ്തുവിന് ആരുണ്ടാകുമെന്ന വിവേചനം പറയുന്നേ? സഹോദരന്മാർ ഉണ്ടാകും. ഏകജാതനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ എന്തായി മാറണം? ആദ്യജാതൻ. കണ്ടോ ദൈവത്തിന്റെ ഡിസിഷൻ? കണ്ടോ? ആദ്യജാതനായിട്ടില്ല, ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ
മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവാണ് ദൈവത്തിന്റെ സകലത്തിലെ അവകാശി. സ്വർഗസ്ഥ പിതാവാണ് ഉടമസ്ഥൻ. ഹല്ലേലൂയ. ആ ഉടമസ്ഥന്റെ അവകാശി, ഒരേ ഒരു അവകാശിയാണ് ക്രിസ്തു. നിങ്ങൾ ശരിക്കും എങ്ങനെ തെളിയിക്കാം? ഒരിക്കലും അങ്ങനെയല്ലല്ലോ. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ പറയുന്നു. എബ്രായ ലേഖനം 1:2 പറയുകയാണ്, ക്രിസ്തു മുഖാന്തരം, ക്രിസ്തുവിന്റെ പേരാണ് വചനം, ഈ വചനം മുഖാന്തര സകലത്തെയും ഉണ്ടാക്കി. എന്നിട്ട് പറയാണ്, ഈ വചനമാകുന്ന ദൈവപുത്രനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഹല്ലേലൂയ. വായിച്ചേ. പുത്രനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, പുത്രൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഹല്ലേലൂയ. അതിന്റെ 2 മൊത്തം വായിച്ചോളൂ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, പുത്രനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, പുത്രൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. മനസ്സിലായോ? പുത്രന്റെ വേറൊരു പേരാണ് വചനം. ഹല്ലേലൂയ. അവന്റെ പേർ ദൈവവചനം. ദൈവത്തിന്റെ വചനം പറയാ, ദൈവവചനം. വചനം മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. ദൈവപുത്രൻ മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. ഈ പുത്രനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഏത് പുത്രനെ? ഏകജാതനായ പുത്രനെ. ഹല്ലേലൂയ. പക്ഷെ ഏകജാതനെ ആരായി മാറുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്? ആദ്യജാതനായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യജാതനായി മാറണമെങ്കിൽ വചനം പറയുന്ന പോലെ അനേക സഹോദരന്മാർ ഉണ്ടാകും. ഹല്ലേലൂയ. ഇതാണ് റോമ 8:29 പറയുന്നത്, തന്റെ പുത്രനായ ക്രിസ്തു, ഏകജാതനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. പഠിത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ബൈബിളിലെ 2 വാക്യങ്ങൾ തമ്മിൽ വ്യത്യാസം. യോഹന്നാൻ 3:16 ഈ ക്രിസ്തുവിനെ ആദ്യം ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ക്രിസ്തുവിന് പേരിട്ടിരിക്കുകയാണ് ഏകജാതൻ. എന്നാൽ ഏകജാതൻ തന്റെ പ്രവർത്തികൾ കഴിഞ്ഞ് കാൽവരി ക്രൂശിലെ യാഗവും കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഇനി വീണ്ടും വരും ഭൂമിയിലേക്ക്. വീണ്ടും ദൈവം ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവം പേരിട്ടിരിക്കുകയാണ് ഏകജാതൻ എന്നല്ല, ആദ്യജാതൻ. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഇടയിൽ റോമ 8:29 പറയുകയാണ്, ഈ ഏകജാതനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്യം വായിച്ചിട്ട് ഈ സെക്ഷൻ നമുക്ക് അവസാനിക്കാം. കാൺമീൻ, എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് വിളിക്കപ്പെടാൻ. ഹല്ലേലൂയ. ഈ മർമ്മം തിരിച്ചറിയോ മക്കളെ? വായിച്ചേ. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇവിടെ ഏത് ജാതന? ഏകജാതൻ. ഇനി ശ്രദ്ധിക്കുക, ഹെബ്രായർ 1:6 വരുമ്പോൾ ഈ പുത്രനെ വീണ്ടും പ്രവേശിപ്പിക്കും. ആദ്യം പ്രവേശിപ്പിച്ചപ്പോഴാണ്, ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചതാണ് ഏകജാതൻ. ഇനി വീണ്ടും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോ ഏകജാതനല്ല, ആദ്യജാതൻ. വായിച്ച്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, ആദ്യജാതനെ ഇനി വീണ്ടും ആ യേശു കടന്നു വരും ഇങ്ങോട്ട്, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും, ഗവൺമെന്റ് യേശുവിന്റെ തോളിലിരിക്കും. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുകയാണ് ഏകജാതൻ എന്നല്ല, ആദ്യജാതനെ പ്രവേശിപ്പിക്കുമ്പോൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്താ? റോമ 8:29 തന്റെ ഏകജാതനായ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, അതാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി. ആകേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോ അത് വായിച്ച റോമ 8:29 ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പൊ ഏകജാതനെ ആരാക്കണം? ദൈവത്തിന് ആദ്യജാതനാക്കണം. നമ്മുടെ പ്ലാനും പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ. അതിനായി മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മക്കളെങ്കിൽ നാം അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും. പിശാചിന്റെ പൊളിറ്റിക്കൽ പാർട്ടി എയുടെ ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് നിങ്ങളത് കേൾക്കത്തില്ല. ഒരു സ്ഥലത്ത് നിങ്ങളത് കേൾക്കത്തില്ല. ഇവര് വേണം, ഈ മക്കൾ കൂട്ടം വേണം ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ. അവരോടാണ് യേശു പറയുന്നത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം, ഭരണം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ടാണ് യേശു പറയുന്നത്, എന്റെ പിതാവ് എനിക്ക് ഭരണം തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും ഭരണം തരും.
ഹല്ലേലൂയ. ഇത് 3 ടയറാണ്, 3 ടയറാണ് ഈ സെക്ഷൻ. നമുക്ക് പുറകെ പഠിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ കണ്ടിട്ടില്ലേ 3 ടയർ AC എന്നൊക്കെ കേട്ടിട്ടില്ലേ? 2 ടയർ AC, 3 ടയർ AC. ഇതേപോലെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലും 3 ടയർ ഭരണമാണ്. എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നതുപോലെ. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നത് ആരാ? പിതാവാണ്. അതേപോലെ ഞാൻ നിങ്ങൾക്കും ഭരണം തരുന്നു. 3 ലെവൽ ഭരണമാണ്. ഉന്നതനും മീതെ മറ്റൊരു ഉന്നതനും, അതിൻ്റെ മീതെ അത്യുന്നതനും വ്യാപരിക്കുന്നു, ജാഗരിക്കുന്നു. നമുക്ക് എഴുന്നേക്കാം. ദൈവസന്നിധിയിൽ കേട്ട വചനം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി വാഴിക്കുവാനിടയാകട്ടെ. ദൈവദാസന്മാർ ആരെങ്കിലും ഒരാൾ മുന്നോട്ടേക്ക് വന്നാട്ടെ. ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് നമ്മൾ. ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ മക്കളായി തീരാൻ, ഏകജാതനായ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറുവാൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറുവാൻ, ടെറിറ്ററി മാറുവാൻ, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വാസത്തിലേക്ക് മാറുവാൻ. പക്ഷെ പലപ്പോഴും തിരിച്ചറിയാതെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് വീണ്ടും ജഡത്തിലേക്ക് പിന്മാറുന്ന ബുദ്ധിഹീനരായി നമ്മൾ മാറുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. നമ്മൾ ഭൂമിയിലെ ജഡത്തിലേക്ക്, ജഡതലത്തിലേക്ക് പിന്മാറുന്നു. ഇനി പിൻപിലേക്കല്ല, ഞാൻ മുൻപിലേക്ക്. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഞാൻ പിൻപിടുന്നതിനെ മറന്ന് മുൻപിൽ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ എൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് നമുക്ക് ഓടാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിച്ച് അതിൻ്റെ ഫലം കൊയ്യുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച ഉന്നത വിളിക്കായി, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിളി സാധാരണ വിളിയല്ല. പിതാവ് ഞങ്ങളെ ക്രിസ്തുവിലൂടെ വിളിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ദൈവപുത്രന്മാരായി, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരായി നാം ജയം പ്രാപിച്ച് ആത്മലോകത്തിൽ നാം മരണത്തിൽ ജീവനിൽ കടന്ന് ക്രിസ്തുവിനോട് ഒന്നായി തീർന്ന് ഈ ഭൂമിയെ ഭരിക്കുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. രാജാക്കന്മാരായി, പുരോഹിതന്മാരായി ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. സ്വർഗപിതാവേ, ഞങ്ങളുടെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ് ഞങ്ങളോട് കാണിച്ചത്. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ വചനത്തിൽ നിന്നും ഇടം വലം വ്യതിചലിക്കാതെ ഞങ്ങളുടെ വചനത്തിൻ്റെ ജീവനിൽ വ്യാപരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്നു തരണം. ഞങ്ങളെക്കുറിച്ച് തന്നെ ഞങ്ങൾ കാണുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ഒരു വചനം പോലും പാഴായി പോകരുത്. ഫലം കൊയ്യുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം ചെയ്യുന്നപ്പ. പിതാവ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശത്തിലേക്ക് ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. പിതാവ് ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ കൂടെ, ദൈവത്തിൻ്റെ കൂടാര മനുഷ്യരോട് കൂടെ അപ്പം ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് വസിക്കുന്ന ആ ഉന്നത ദർശനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായരുതപ്പ. കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം, അവിടുത്തെ വചനത്തിനായി സ്തോത്രം, സത്യത്തിൻ്റെ പരിജ്ഞാനം ഞങ്ങൾ വളർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ്, ഞങ്ങൾക്കായിട്ട് ഭൗമിക ലോകത്ത്